The pitch in your arms move me under, but I will wait for you. There's nothing left for me to do than run and act myself a fool. No point in trusting anyone. Your eyes are diamonds, keep me up. Never thought that it could be this rough. No point in trusting anyone. ഹായ്, ഗുഡ് ഈവനിങ്. ആൾ വളരെ കുറവ് അല്ലേ? നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ കൈനറ്റിക് തിയറിയുടെ ബാലൻസ് ഒരു ശകലമുണ്ട്, അത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ നോട്ട്സും ഒക്കെ എടുത്തു വെച്ചിരുന്നാൽ, പേനയും പേപ്പറൊക്കെ എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് എഴുതി പോവാം. അല്ലാതെ ഇത് പറഞ്ഞു പോകാൻ പറ്റിയ ഒരു പോർഷൻ അല്ല, സിമ്പിളാണ്, പക്ഷേ എഴുതി തന്നെ പോകണം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുവരെ പഠിച്ചുകൊണ്ട് തന്നെ വന്നത്, എന്നാലേ നമുക്കിന്ന് സുഖമായിട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾ പഠിച്ചെന്നുള്ള വിശ്വാസത്തിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കും. ഇനി ഞാൻ ചോദിക്കുന്നതിൻ്റെയൊക്കെ ആൻസർ പറയണം. നോക്കൂ, മാസ് ഓഫ് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് ഈക്വൽ ടു ഇറ്റ്സ് മോളിക്കുലാർ വെയ്റ്റ് ഇൻ ഗ്രാംസ് അറ്റ് വിച്ച് കണ്ടീഷൻ? STP നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ മാസ്, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് ഈസ് ഈക്വൽ ടു എന്തോന്നാണ്? മോളിക്കുലാർ വെയ്റ്റ് എന്നാണ്. എപ്പോഴാണ്? ഇൻ ഗ്രാംസ് അറ്റ് STP എന്നാണ്.
ഇതിനെ പറയുന്ന പേരാണ് മോൾ. അതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് കിടന്ന് റിസർച്ച് ഒന്നും നടത്തണ്ട. ഇനി നമുക്ക് 1-2 ഇക്വേഷൻ അതും കെമിസ്ട്രി പഠിച്ചതാണ്. അപ്പോൾ അത് ഞാൻ ഒന്ന് പറയാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ കെമിസ്ട്രിയിൽ എന്നാണ് ഉപയോഗിച്ചത്? നമ്മളിവിടെ മ്യൂ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മ്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് M/MO. എന്തോന്നാണ്? M/MO. ഇതിനകത്ത് MO എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. ഇത് കെമിസ്ട്രി പഠിച്ചതാണ് നിങ്ങൾ, മോളാർ മാസ്. ഓക്കെ. ഇനി M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഗ്യാസ് കണ്ടെയ്നിങ് N മോളിക്യൂൾസ്. N മോളിക്യൂൾസ് ഉള്ള ഗ്യാസിൻ്റെ മാസാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? M. അപ്പോൾ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? M/M0. ഓക്കെ. M0 എന്ന് പറഞ്ഞാൽ മോളാർ മാസ്. അടുത്തത് M0 എന്നോ MO എന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കും. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. വേറെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ N/NA എന്നാണ്. എന്താണ്? NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ, N എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ N/NA എടുത്താലും നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ എവിടെയെങ്കിലും കയറ്റി പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഓർത്ത് വെച്ചാണ്. അപ്പം മ്യൂ കാണാനുള്ള ഇക്വേഷൻ പറ. M/MO എന്നോ അല്ലെങ്കിൽ N/NA എന്നോ എടുക്കാം. അത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി അടുത്തത് ഇതിനകത്ത് നമ്മൾ നോട്ട്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇക്വേഷൻ കൂടെ ഞാൻ പറയാം. PV = nRT അല്ലെങ്കിൽ μRT എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ. ഇതിനകത്ത് നിന്ന് P എങ്ങനെ കണ്ടുപിടിക്കും? P എന്ന് പറഞ്ഞാൽ μRT / V എന്നാണ്. ഓക്കെ. μRT / V എന്നാണ് ആണല്ലോ. ഇനി ഇതിനകത്ത് മ്യൂവിന് പകരം ഞാൻ M/MO ഇടാം. ഓക്കെ. ബാക്കി RT / V അതുപോലെ എഴുതി. ഓക്കെ. മാസ് ബൈ വോളിയത്തിന് പകരം ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ρRT / MO എന്ന് എഴുതാം. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനുള്ള പുതിയ ഇക്വേഷൻ കിട്ടി, ρRT / MO. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ഓക്കെ. അപ്പോൾ ഇത് ഇക്വേഷൻസ് എല്ലാം ഞാൻ ഒന്നുകൂടെ പറയാം, പെട്ടെന്ന് നിങ്ങൾ എൻ്റെ കൂടെ പറയുക. നമ്പർ ഓഫ് മോൾസ് നമുക്ക് മ്യൂ എന്നോ ചില ആളുകൾ സ്മോൾ എന്നോ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അത് കാണാൻ 2 ഇക്വേഷൻ M/MO എന്നോ അല്ലെങ്കിൽ എന്താണ് വേറൊരു ഇക്വേഷൻ എന്താണ് N/NA എന്നോ ഉപയോഗിക്കാം. ഓക്കെ. പുറത്ത് വെച്ചോണം. അപ്പോൾ അത് ഒരു ഇക്വേഷനാണ്. പിന്നെ നമ്മൾ പഠിച്ച ഇക്വേഷൻ PV = μRT അല്ലെങ്കിൽ nRT എന്നുള്ള ഇക്വേഷനിൽ P മാത്രം കണ്ടുപിടിച്ചാൽ μRT / V എന്ന് വരും ആണല്ലോ. ഇനി അതിനകത്ത് P = മ്യൂവിന് പകരം നമുക്ക് M/MO എന്ന് എഴുതാം. ഓക്കെ. RT / V അതുപോലെ എഴുതാം. മാസ് ബൈ വോളിയത്തിന് പകരം ഡെൻസിറ്റി ഇടാം. അപ്പോൾ P = ρRT / MO എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ നിങ്ങൾക്ക് നോട്ട്സിനകത്ത് കാണാൻ പറ്റുന്നത് ഇതാണ്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? പ്രയാസമൊന്നുമില്ല. നിങ്ങൾ ഈ ടെൻഷൻ പിടിക്കാതെ ആ കെമിസ്ട്രിയും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചോണ്ടാം. നമുക്ക് പൊതുവിൽ ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇഷ്ടമില്ലാതെ ആയിട്ട് കാര്യമില്ല. നമുക്ക് ഫിസിക്സിനകത്തും അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു 3-4 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. ഓക്കെ. ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് ഈ ചാപ്റ്ററിലാണ്. അടുത്ത ഇതെല്ലാം റൈസ് ചെയ്യാണ്. ഇനി അടുത്തത് ഒരു സംഭവമാണ്. നമ്മളെപ്പോഴും എന്താണ് ഐഡിയൽ ബിഹേവിയർ ഒരു ഗ്യാസ് എപ്പോഴാണ് കാണിക്കുന്നത്? ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത് എപ്പോഴാണ്? ഓക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോണം. മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ നെഗ്ലിജിബിൾ ആവുമ്പോഴാണ് ഒരു ഗ്യാസ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഐഡിയൽ ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അതിനു വേണ്ടി പ്രഷർ ലോ ആയിരിക്കണം. അപ്പോൾ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. സി വെൻ വിൽ എ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ ഈസ് നെഗ്ലിജിബിൾ ആൻഡ് ദ ഗ്യാസ് ബിഹേവ്സ് ആസ് ഐഡിയൽ ഗ്യാസ്. ചോദിക്കും, നമുക്ക് ആവശ്യമുള്ളതാണ്, പ്രോബ്ലം ചെയ്യുമ്പോഴും ആവശ്യമുള്ളതാണ്. പറയൂ. സി അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ മോളിക്കുലാർ ഇൻറ്ററാക്ഷൻസ് ആർ നെഗ്ലിജിബിൾ ആൻഡ് ഗ്യാസ് ബിഹേവ്സ് ആസ് ഐഡിയൽ ഗ്യാസ്. ഓർത്ത് വെച്ചിരിക്കണം. ഇനി അടുത്ത ഒരു സംഗതി, ഇനി ഇതുപോലത്തെ 2-3 കേസുകളിലൂടെ പറയുമ്പോഴത്തേക്ക് സംഭവം കഴിയും. ഓക്കെ. അടുത്തത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്.
ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒരു സംഗതിയാണ്. നമുക്ക് ഒരു മിക്സ്ചർ എടുക്കാം, ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് എടുക്കാം, മിക്സ്ചർ ഓഫ് നോൺ ഇൻ്ററാക്റ്റിംഗ് ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് എടുത്തത്? കുറേ ഗ്യാസ് എടുത്തു. ഇതൊന്നും എന്ത് ചെയ്യില്ല, ഇൻ്ററാക്ഷൻ ഇല്ലാത്ത ഗ്യാസുകളാണ്. അപ്പോൾ ഇൻ്ററാക്ഷൻ ഇല്ലാത്ത കുറേ ഗ്യാസുകളുടെ ഒരു മിക്സ്ചർ എടുത്തു. μ1 മോൾ ഓഫ് ഗ്യാസ് 1, μ2 മോൾ ഓഫ് ഗ്യാസ് 2 എക്സെട്ര. അങ്ങനെ കുറേ ഗ്യാസുകൾ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ പി വി ഈക്വൽ ടു μRT എന്നുള്ള ഇക്വേഷൻ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പി വി ഈക്വൽ ടു ആദ്യത്തെ ഗ്യാസിന് വേണ്ടി μ1RT എന്നെഴുതാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, ഈ നമ്മൾ കുറേ ഗ്യാസ് എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V ആണ്, ടെമ്പറേച്ചർ T ആണ്, പ്രഷർ P ആണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പി വി ഈക്വൽ ടു μRT എന്നെഴുതാം. ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഗ്യാസിന് വേണ്ടി പി വി ഈക്വൽ ടു μ1RT എന്ന് എഴുതേണ്ടി വരും. അടുത്ത ഗ്യാസിന് വേണ്ടി μ2RT എന്ന് എടുക്കേണ്ടി വരും. പ്ലസ് അടുത്ത ഗ്യാസിന് വേണ്ടി μ3RT എന്ന് എടുക്കേണ്ടി വരും. പ്ലസ് സോൺ അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് പി മാത്രം കണ്ടുപിടിക്കുക. അപ്പോൾ പി വി നമുക്ക് ഒന്നുകൂടെ എഴുതാം. എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് RT എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി μ1 പ്ലസ് μ2 പ്ലസ് എക്സെട്ര. അല്ലെങ്കിൽ വേണ്ട, ഈ സ്റ്റെപ്പ് വേണ്ട, എന്തിന് നമുക്ക് എഴുതാം, ഡയറക്റ്റ് എഴുതാം. പി എങ്ങനെ എഴുതും മക്കളെ? പി ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, μ1RT പ്ലസ് μ2RT പ്ലസ് μ3RT പ്ലസ് എക്സെട്ര ദ ഹോൾ ഡിവൈഡഡ് ബൈ വി എന്ന് വരും അല്ലേ. അപ്പോൾ എല്ലാ ടേമിനും വി സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി പി ഈസ് ഈക്വൽ ടു ദാണ്ട് ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് P1 എന്ന് ഞാൻ വിളിക്കുന്നു. സെക്കൻഡ് ടേമിനെ ഞാൻ P2 എന്ന് വിളിക്കുന്നു. തേർഡ് ടേമിനെ P3 എന്ന് വിളിക്കുന്നു. പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് P1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് 1. എന്താണ്? പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1. ഗ്യാസ് 1ൻ്റെ പാർഷ്യൽ പ്രഷർ. പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഗിവൺ ബൈ ഗ്യാസ് 1 ഇൻ ദ ആബ്സെൻസ് ഓഫ് അതേഴ്സ് എന്നാണ് മീനിങ്. എന്താണ്? വാട്ട് ഈസ് P1? P1 ഈസ് എ പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1 എന്നാണ്. മീൻസ് പ്രഷർ ഗിവൺ ബൈ ഗ്യാസ് 1 ഇൻ ദ ആബ്സെൻസ് ഓഫ് അതേഴ്സ്. P2 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഗിവൺ ബൈ ഗ്യാസ് 2 ഇൻ ദ ആബ്സെൻസ് ഓഫ് അതേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര എന്നൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? അതായത് കുറേ ഗ്യാസുകൾ നമ്മൾ ഈ നോൺ ഇൻറ്ററാക്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഗ്യാസുകളുടെ ഒരു മിക്സർ എടുത്താൽ അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറുകളുടെ സം ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചതായിരിക്കും എന്നെനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ പഠിച്ച സാധനത്തിൻ്റെ പേര് പറ. ഡാൾട്ടൺസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. പാർഷ്യൽ പ്രഷേഴ്സ് എന്താണ്? നമ്മൾ എന്തിനാണ് എടുത്തത്? നമ്മൾ ഒരു മിക്സ്ചർ എടുത്തു അല്ലേ? ഒരു മിക്സ്ചർ ഓഫ് നോൺ ഇൻ്ററാക്റ്റിംഗ് ഗ്യാസസ്. മിക്സ്ചർ ഓഫ് നോൺ ഇൻ്ററാക്റ്റിംഗ് ഗ്യാസസ് ആണ് എടുത്തത് അല്ലേ? μ1 മോൾ ഓഫ് ഗ്യാസ് 1, μ2 മോൾ ഓഫ് ഗ്യാസ് 2 ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പി വി ഈസ് ഈക്വൽ ടു μRT എന്നെഴുതുന്ന നമ്മൾക്ക് ഈ മിക്സ്ചറിന് വേണ്ടി ഒരു കണ്ടീഷൻ എഴുതാം. എന്താണ്? പി വി ഈസ് ഈക്വൽ ടു μ1RT പ്ലസ് μ2RT പ്ലസ് μ3RT പ്ലസ് എക്സെട്ര എന്നെഴുതാം. എഴുതാമല്ലോ. അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു, അതിൽ നിന്ന് പി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് പി? പി ഈസ് ഈക്വൽ ടു പറയൂ. μ1RT പ്ലസ് μ2RT പ്ലസ് μ3RT പ്ലസ് എക്സെട്ര ദ ഹോൾ ഡിവൈഡഡ് ബൈ വി എന്ന് വരും. അപ്പോൾ ഓരോ ടേമിനായിട്ട് നമുക്കത് കൊടുക്കാം. ഒരു സ്റ്റെപ്പ് കുറച്ച് നമുക്ക് എഴുതാം. ഇനി ഇതിനെ നമ്മൾ എന്തെന്ന് എഴുതും? പാർഷ്യൽ പ്രഷർ ഗിവൺ ബൈ ഗ്യാസ് 1. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഇതിനെ P1 എന്ന് എഴുതും, അടുത്തതിനെ P2 എന്ന് എഴുതും, അടുത്തതിനെ P3 എന്ന് എഴുതും, പ്ലസ് എക്സെട്ര എന്ന് എഴുതും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഇതിനകത്ത് P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1. പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1 എന്നാണ്.
P2 അപ്പോൾ എന്തായിരിക്കും പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 2. P3 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 3 എന്നാണ്. എന്താണ് ഈ പാർഷ്യൽ പ്രഷർ ബൈ ഗ്യാസ് 1 എന്ന് പറഞ്ഞാൽ pressure given by gas 1 in the absence of others എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സോ ഇഫ് യു കൺസിഡർ എ മിക്സ്ചർ ഓഫ് നോൺ ഇൻറ്ററാക്ടിങ് ഗ്യാസസ് എ ടോട്ടൽ പ്രഷർ ഈസ് എ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ദിസ് റിസൾട്ട് ഈസ് നോൺ ബൈ ദ നെയിം ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. എന്തെങ്കിലും പ്രയാസം ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ഇപ്പോൾ പറയണം. അപ്പോൾ എന്താണ് സാധനം? സോ യു കൺസിഡർ എ മിക്സ്ചർ ഓഫ് നോൺ ഇൻറ്ററാക്ടിങ് ഗ്യാസസ്. You take mu1 mole of gas 1, mu2 mole of gas 2 and so on. See, we know the equation as PV is equal to mu RT. So, using that you can write PV equal to mu1 RT plus mu2 RT plus mu3 RT plus etc. Then, see, I am considering P only. P is equal to the whole divided by V. So, I am giving V separate for each term. So, the first term can be rewritten as P1, second can be rewritten as P2 and so on. So, P1 is known as partial pressure given by gas 1, P2 is partial pressure given by gas 2, P3 is partial pressure given by gas 3. So, total pressure exerted by a mixture of non-interacting gases is a sum of partial pressures. This statement is known by the name Dalton's law of partial pressures. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, കുഴപ്പമില്ല. ഹാപ്പി അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ കൂടെ എഴുതി പോകാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവമില്ല. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ മാത്തമെറ്റിക്കൽ സ്റ്റെപ്പ് കൂടെ ഉണ്ട്, നിങ്ങൾ അത് ഓർത്ത് വയ്ക്കുക. അതാണ്ടേ ഞാൻ അതുകൂടെ എഴുതി കാണിക്കാം. ഞാൻ എഴുതുന്നത് നോക്കിക്കോണേ. വീണ്ടും പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്ന് നിങ്ങൾക്ക് അറിയാം. പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അല്ലേ? അപ്പോൾ ഇതിനകത്ത് പി വി ഇസ് ഈക്വൽ, ഇനി നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു സാധനം കൂടെ ഞാൻ എഴുതാം. ആർ ബൈ എൻ എ എന്ന് പറഞ്ഞാൽ കെ ബി അല്ലേ മക്കളെ? അപ്പോൾ കെ ബി ആണ്. ഇത് ക്രോസ് ചെയ്താൽ ആർ കിട്ടൂലേ? അപ്പോൾ ഇതിനകത്ത് മ്യൂ അതുപോലെ എഴുതി, ആറിന് പകരം നമുക്ക് എന്തെഴുതാം? കെ ബി എൻ എ എന്ന് എഴുതാം. കെ ബി എൻ എ. അടുത്ത ടി എന്ന് തന്നെ എഴുതാം. ഇത്രയും ഓക്കെ. ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് നോക്കിക്കോണം. പി വി ഈസ് ഈക്വൽ ടു നോക്കിക്കൊണ്ടേ. ഇനി കെ ബിയും ടിയും അവിടെ ഇരിക്കട്ടെ. മ്യൂ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ഇൻറ്റു എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മ്യൂ ഇൻറ്റു എൻ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്ടേ? എൻ ബൈ എൻ എ എന്ന് പഠിച്ചതല്ലേ? ഇത് ക്രോസ് ചെയ്താൽ എന്നിൻ്റെ ആൻസർ എന്താണ്? മ്യൂ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എൻ എ എന്ന് പറഞ്ഞാൽ എൻ അല്ലേ? അപ്പോൾ ഇതിനകത്ത് മ്യൂ എൻ എക്ക് പകരം ഞാൻ എന്തെഴുതി? എൻ എന്നെഴുതി. അതിന് ബാക്കി കെ ബി ടി എന്നെഴുതി. ഓക്കെ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി എന്ന് എഴുതി. ഇനി അടുത്ത് ഞാൻ എഴുതുന്നത് നോക്കിക്കോണം. ഇവിടെ പി അപ്പോൾ എങ്ങനെ എഴുതും? പി ഇസ് ഈക്വൽ ടു പറ. പി ഇസ് ഈക്വൽ ടു എൻ കെ ബി ടി ഡിവൈഡഡ് ബൈ വി എന്നല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ എൻ കെ ബി ടി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതി. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ മാറ്റാൻ പോവാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? P1 മാറ്റിയിട്ട് നമ്മൾ ഒരു പുതിയ രീതിയിൽ എഴുതാൻ പോവാണ്. P ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? കാണാൻ പറ്റുന്നുണ്ടോ? P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര എന്നല്ലേ നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടിൻ്റെ മൊത്തത്തിൽ നമ്മളങ്ങ് മാറ്റാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ പി ഈസ് ഈക്വൽ ടു എൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? എൻ കെ ബി ടി എന്ന് എഴുതിയിരിക്കുന്നു. എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അപ്പോൾ അതിനെ എൻ കെ ബി ടി നോക്ക് നമുക്ക് ഈ സ്റ്റെപ്പ് ഞാൻ ഇവിടെ വെച്ച് മാറ്റുകയാണ്. നോക്കിക്കോ, പുതിയൊരു ഫോമിലും കൂടെ കാണിച്ചു തരികയാണ്. അത്രയേ ഉള്ളൂ. മ്യൂ1 ആർ ടി ബൈ വി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മ്യൂ1 ആർ ടി ഡിവൈഡഡ് ബൈ വി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ മക്കളെ? ഇതിനകത്ത് നോക്കൂ, ഇതിനെ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് എനിക്ക് കാണാനും വയ്യ. ഇവിടെ ലൈറ്റ് കറക്റ്റ് അവിടെയാണ് വീഴുന്നത്. ഞാനൊന്ന് ഇറൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ എഴുതിക്കോട്ടെ. ഈ സൈഡിൽ എഴുതിയിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുന്നില്ല. ആ ലാസ്റ്റ് സംഭവം എനിക്ക് കാണാൻ വയ്യ, ഇങ്ങനെ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ എഴുതാം. നമ്മുടെ ഇക്വേഷൻ പറ. പി വി ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതിയ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതിയത്. എന്തോന്ന്? പി വി ഈസ് ഈക്വൽ ടു പറ എൻ ആർ ടി എന്നോ മ്യൂ ആർ ടി എന്നോ എന്തെങ്കിലുമൊക്കെ എഴുതാം. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്തെഴുതി? മ്യൂ1 ആർ ടി പ്ലസ്
mu ടു ആർ ടി പ്ലസ് എക്സെട്ര എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് പി നിങ്ങൾ എഴുതിയപ്പോൾ എങ്ങനെ എഴുതി? mu 1 ആർ ടി ഡിവൈഡഡ് ബൈ വി പ്ലസ് mu 2 ആർ ടി ഡിവൈഡഡ് ബൈ വി പ്ലസ് എക്സെട്ര എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാനിപ്പോൾ പറഞ്ഞതെന്ന് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞെന്ന ഇക്വേഷൻ എന്താണ്? പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു mu ആർ ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഇക്വേഷൻ എന്താണ്? എൻ ആർ ബൈ എൻ എ എന്ന് പറഞ്ഞാൽ ആർ ബൈ എൻ എ എന്ന് പറഞ്ഞാൽ കെ ബി എന്നാണ് അല്ലേ? അപ്പോൾ ആർ എന്ന് പകരം കെ ബി എൻ എ എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷനിൽ അപ്പോൾ പി വി ഈസ് ഈക്വൽ ടു മ്യൂ എഴുതി, ആറിന് പകരം കെ ബി എൻ എ എന്ന് എഴുതാം, കെ ബി എൻ എ എന്ന് എഴുതാം. ഇനി അടുത്തത് ടിക്ക് പകരം ടി എന്ന് എഴുതാം. ഇനി ഇതിനെ എടുത്ത് ഇവിടെ വെച്ചാൽ എന്തായി? പി ഇസ് ഈക്വൽ ടു പറ മ്യൂ കെ ബി എൻ എ ടി ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ വേറെ എന്തെങ്കിലും മാറ്റം വരുത്തണോ? ഇനി നിങ്ങൾ ഇവിടെ നോക്കി പറഞ്ഞാൽ മതി. എന്താണ്? ആർ ബൈ എൻ എ കെ ബി എൻ എ എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനെ പി ഇസ് ഈക്വൽ ടു മ്യൂ ബൈ വി എഴുതി, ഇനി എൻ എ എഴുതി ഇൻറ്റു കെ ബി ടി എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ പ്രഷറിന് പുതിയൊരു ഫോമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള സ്റ്റെപ്പിൽ പി ഈസ് ഈക്വൽ ടു പി 1 പ്ലസ് പി 2 പ്ലസ് പി 3 പ്ലസ് എക്സെട്ര എന്നുള്ള സ്റ്റെപ്പിനെ മാറ്റിയിട്ട് നമ്മളിവിടെ എഴുതാൻ പോവാണ്. ഇതാ പി ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് നോക്കിക്കോണം. നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ഇതിനെ എൻ എ ബൈ വി, എൻ എ ബൈ വി എ പി ഈസ് ഈക്വൽ ടു മ്യൂ അതുപോലെ എഴുതി, എൻ എ ബൈ ഇതിനെ നമ്മൾ മ്യൂ എൻ എ ബൈ വി എ നമ്മൾ N1 എന്ന് എഴുതുന്നു. അപ്പോൾ ഇതിനെ N1 എന്ന് എഴുതിയാൽ N1 കെ ബി ടി എന്ന് എഴുതാം, ഇതിനെ N2 കെ ബി ടി എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു കെ ബി ടി കോമൺ എടുത്തിട്ട് ഇതിനെ N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര ഇൻറ്റു കെ ബി ടി എന്ന് ഒരു ഫോമിൽ എഴുതാം. നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാലും മതി ആ ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പല്ല ഇത് പ്രോബ്ലത്തിലെങ്ങാനും ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് വേണ്ടി വന്നാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കില്ലെങ്കിൽ ഇതെല്ലാം എറൈസ് ചെയ്ത് കളയുക. നമ്മുടെ ഫോം എന്താണ്? പി ഈസ് ഈക്വൽ ടു പി 1 പ്ലസ് പി 2 പ്ലസ് പി 3, ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാം, പ്ലസ് എക്സെട്ര. ഇനി പുതിയൊരു ഫോമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. എന്തോന്നാണ്? പി ഈസ് ഈക്വൽ ടു ഇതിന് പകരം N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് എക്സെട്ര ഇൻറ്റു കെ ബി ടി എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സംഭവം ഈ ഫോമിലും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നത് നല്ലത്. അപ്പോൾ ഈ സംഭവത്തിൻ്റെ പേരെന്താണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ്. അപ്പോൾ ഒറിജിനൽ ഫോം നിങ്ങൾ ഓർക്കുക, പി ഈസ് ഈക്വൽ ടു പി 1 പ്ലസ് പി 2 പ്ലസ് പി 3. വേറൊരു ഫോമിൽ എന്താണ്? പി ഈസ് ഈക്വൽ ടു N1 പ്ലസ് N2 പ്ലസ് N3 എല്ലാം ബ്രാക്കറ്റിലിട്ടിട്ട് വെളിയിൽ കെ ബി ടി. അപ്പോൾ ആ രീതിയിലും എഴുതാം. ഇതിനകത്ത് എന്താണ്? N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം. ഓക്കെ, അതിനി പറയണോ ഞാൻ? അത് പറയണ്ട, നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. നമ്മുടെ ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് ആ സ്റ്റെപ്പുകൾ വന്നത് പറയാം. എന്താണ്? പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി നമുക്കറിയാം. ഇതിനകത്ത് നിന്ന് പി വേണമെങ്കിൽ ഇവിടെ എഴുതും, പി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത്? ആറിന് പകരം നമ്മൾ കഴിഞ്ഞ ദിവസം കെ ബി ഇൻറ്റു എൻ എ എന്ന് എഴുതി അല്ലേ? കെ ബി ഇൻറ്റു എൻ എ. അപ്പം ഇതിനെ മ്യൂ കെ ബി എൻ എ മ്യൂ അതുപോലെ എഴുതി, ആറിന് പകരം കെ ബി എൻ എ പിന്നെ ടി ബൈ വി എന്ന് എഴുതി. ഇനി നമ്മൾ ഇവിടെ എന്തിനെയാണ് പുറത്തെടുത്തത്? ഇതിൻ്റെ രണ്ടിനെയും പുറത്തെടുത്തു. അപ്പോൾ കെ ബി ടി ഇതുപോലെ എഴുതി, ബാക്കിയുള്ള സാധനത്തിന് പകരം നമ്മൾ എന്തെന്ന് എഴുതി? എൻ എന്ന് എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ കെ ബി ടി എന്നുള്ള ഫോമിലായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പോൾ പി 1 എന്നാകുമ്പോഴത്തേക്ക് N1 കെ ബി ടി എന്ന് എഴുതും. ഓക്കെ, പി 2 ആകുമ്പോഴത്തേക്ക് N2 കെ ബി ടി എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ N1 N2 ഒക്കെ എന്താണ്? ലെറ്റേഴ്സ് കൺഫ്യൂസ് ചെയ്യരുത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ആണ്. എന്താണ്? എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ആണ്. ഓക്കെ, ഇല്ലാതാക്കുമോ? ഇല്ലാതാക്കരുത്. അതാണ്ട് മ്യൂ ഇൻറ്റു എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മ്യൂ ഇൻറ്റു എൻ എ?
മ്യൂ ഇൻറ്റു എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം ആകുമ്പോഴത്തേക്ക് അതിനെ ഞാൻ സ്മോൾ എൻ എന്ന് വിളിച്ചു. അത്രേ ഉള്ളൂ. ഇപ്പോഴും മനസ്സിലായില്ലേ? ഇല്ല. ചില ആളുകൾ അന്തം വിട്ടിരിക്കുകയാണ് വലിയൊരു സംഭവം പറഞ്ഞതുപോലെ. ഞാൻ ഒന്നുകൂടെ പറയാം. വിരളുണ്ട, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല. ഓക്കെ, ചില ആളുകൾ വിരണ്ടൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നുകൂടെ പറയാം മക്കളെ. P is equal to P1 plus P2 plus P3. ഈ സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. പ്ലസ് എക്സെട്ര. അത് മറ്റേതായിട്ട് മാറിയത് എങ്ങനെയെന്നുള്ളത് കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് മാറ്റാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ പറ, പി വി എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആർ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് പി എന്ന് പറഞ്ഞാൽ മ്യൂ ആർ ടി ഡിവൈഡഡ് ബൈ വി ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സാധനം എന്താണ്? ആർ ബൈ നോക്കുക. ആർ എന്ന് പറഞ്ഞാൽ കെ ബി എൻ എ ആണ്. അത് പ്രത്യേകിച്ച് ഇനി പറയണ്ട. അപ്പോൾ പി ഈസ് ഈക്വൽ ടു മ്യൂ ബൈ വി എഴുതി, ആറിന് പകരം കെ ബി എൻ എ എഴുതി, ഇനി ടി അതുപോലെ എഴുതി. ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പി ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ പഠിപ്പിച്ച സാധനം ഓർമ്മയുണ്ട? എന്താണ്? എൻ ബൈ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആണ് തന്നെ. അപ്പോൾ ക്രോസ് ചെയ്താൽ എൻ കിട്ടൂലേ? മ്യൂ എൻ എ. അപ്പം മ്യൂ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പം മ്യൂ എൻ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഞാൻ അതിന് പകരം എൻ എന്നിടാം. എൻ കെ ബി ടി ഡിവൈഡഡ് ബൈ വി എന്നെഴുതാം. ഇനി എന്താണ് ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ യൂണിറ്റ് വോളിയം. അതിന് പകരം സ്മോൾ എൻ എന്നെഴുതാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു സ്മോൾ എൻ കെ ബി ടി. ഇപ്പോൾ പ്രശ്നം തരുന്നില്ലേ? ഓക്കെ, അപ്പോൾ P1 ആകുമ്പോഴത്തേക്ക് എന്താണ്? N1 കെ ബി ടി. P2 ആകുമ്പോഴത്തേക്ക് എന്താണ്? N2 കെ ബി ടി ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്തായിട്ട് മാറും? പി ഈസ് ഈക്വൽ ടു P1 പകരം N1 കെ ബി ടി, P2 പകരം N2 കെ ബി ടി, അങ്ങനെ വരും. അപ്പോൾ എല്ലാത്തിലും കെ ബി ടി പുറത്തെടുക്കുക, ബാക്കി ബ്രാക്കറ്റിൽ N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ ഇപ്പോൾ? ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻസ് എല്ലാം മെമ്മറിയിൽ വരണം. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കറക്റ്റായിട്ട് മേലിൽ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ കറക്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഹാഫ് ബോർഡിൻ്റെ നമ്മൾ എഴുതുന്ന സാധനത്തിൻ്റെ ഡിവൈസിൻ്റെ കറക്റ്റ് ഹാഫിൽ എനിക്ക് ട്യൂബ് ലൈറ്റിൻ്റെ ലൈറ്റ് വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഹാഫിൽ നിന്ന് അങ്ങോട്ട് എഴുതിയാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാനത് നോക്കണമെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് നോക്കണം. അപ്പോൾ ഞാൻ അവിടെ എഴുതുന്നതെല്ലാം ഊഹിച്ചാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ ഒരു ശകലം കൂടെ ആകുമ്പോഴത്തേക്ക് ചാപ്റ്റർ കഴിയും. അടിപൊളി സാധനമാണ്. ഓക്കെ, അടുത്ത സാധനം നോക്കൂ. മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്ത്. അതിന് ചില ആളുകൾ എൽ ഉപയോഗിക്കും, ചില ആളുകൾ ലാംഡ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ പല ലെറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. അടുത്തടുത്തുള്ള രണ്ട് കൊളീഷൻ ഇടയ്ക്ക് സഞ്ചരിച്ച ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ദ ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, ഇനി റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിലാക്സേഷൻ ടൈം എന്താണ്? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ ഒരു കൊളീഷൻ നടന്നു, അടുത്ത ഒരു കൊളീഷൻ നടന്നു. ഈ രണ്ട് കൊളീഷൻ ഇടയ്ക്കുള്ള ടൈം ഇൻ്റർവെലിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. അപ്പോൾ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം. അപ്പോൾ രണ്ട് അടുത്തടുത്തുള്ള കൊളീഷൻ ഇടയ്ക്ക് സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് മീൻ ഫ്രീ പാത്ത്. ഇല്ലാതാക്കരുത്. സോ വാട്ട് ഈസ് റിലാക്സേഷൻ ടൈം? ഇറ്റ് ഈസ് എ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. വാട്ട് ഈസ് മീൻ ഫ്രീ പാത്ത്? സോ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്, ആവറേജ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ മോളിക്യൂൾ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. എന്താണ് ഈ സക്സസീവ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ? അടുത്തടുത്തുള്ള കൊളീഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഭവം ഒപ്പിച്ചെടുക്കാൻ പോയാണ്. മീൻ ഫ്രീ പാത്തിൻ്റെ ഒരു ഡെറിവേഷൻ കൺസിഡർ ചെയ്യാണ്. നിങ്ങളിവിടെ നോക്കൂ. ഒരു മോളിക്യൂളിനെ ഞാൻ എടുക്കാം. മോളിക്യൂളിനെ എന്ത് ഷേപ്പ് എന്നാണ് കൈനറ്റിക് തിയറി പറയുന്നത്? സ്ഫെറിക്കൽ ഷേപ്പ് എന്നാണ്. ചെറിയ ബോറൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം ഇപ്പോൾ തീരും. ഓക്കെ, ഒരു 10 മിനിറ്റിനകത്ത് ടോപ്പിക്ക് അങ്ങ് തീരും. അപ്പോൾ സമാധാനമായിട്ട് നമുക്ക് ആ ന്യൂമറിക്കൽസ് കൂടെ ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലാസ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ചിലതൊക്കെ ബോറാണ്. ഇതെനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ്. ഇത് മൊത്തം കെമിസ്ട്രിക്കാർക്ക് വിട്ടുകൊടുക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ ഇതൊരു മോളിക്യൂളാണ്. ഇതിൻ്റെ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയാൽ ഇതിങ്ങനെ ഈ ലൈനിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നതെന്നിരിക്കട്ടെ. ഇങ്ങനെ സഞ്ചരിച്ച് പോകും. ഓക്കെ, ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോഴത്തേക്ക് വഴിയിലുള്ളവന്മാരെയൊക്കെ ഇടിച്ചുകൊണ്ട് പോകും അല്ലേ? അപ്പോൾ അതാണ്ടേ
ഇടിയുടെ ബ്രിമ്മിൽ ഞാൻ ചോദിക്കുന്നത് അതാണ് ഈ ഞാൻ ഈ വരയ്ക്കുന്ന ഡോട്ടഡ് ലൈൻ എല്ലാം നിങ്ങൾ കാണണം. അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ കൂടെയാണ് ഇതിങ്ങനെ ഇടിച്ച് സഞ്ചരിച്ച് പോകുന്നത് ആണല്ലോ. അപ്പോൾ ഇതാണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു മോളിക്യൂളിനെ വേണമെങ്കിൽ ഇടിക്കാമല്ലോ, ഇതിന് ഇപ്പുറത്തിരിക്കുന്ന ഒരു മോളിക്യൂളിനെ വേണമെങ്കിലും ഇടിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാ മോളിക്യൂളും ഐഡൻറ്റിക്കലാണ്. ഇനി അടുത്തത്, അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ 2 മോളിക്യൂൾസിനെ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടിനെയും ഇടിച്ച് ഒരച്ചുകൊണ്ട് കൂടെ ഒരച്ചുകൊണ്ട് പോവാം. അപ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം ഒന്ന് പരിഗണിച്ചാൽ ഇത് എത്ര വരും? ഇത്രയും ദൂരം എന്ന് പറയുന്നത് ഡി അല്ലേടാ. നോക്ക്, ഇതിൻ്റെ സെൻറ്റർ ടു അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഡി അല്ലേ? ഓക്കെ, സംശയമുണ്ടോ? കാരണം ഇതിൻ്റെ മൊത്തം ഡയമീറ്റർ ഡി ആണ്. അപ്പോൾ റേഡിയസ് d/2 ആണ്. ഇതിൻ്റെയും റേഡിയസ് d/2 ആണ്. അപ്പോൾ ഇത് d/2, ഇത് d/2. ഞാൻ കാണിക്കാം ഒന്നുകൂടെ. ഇത് d/2, ഇതും d/2. അപ്പോൾ ടോട്ടൽ ഇത്രയും ദൂരം എന്ന് പറയുന്നത് d അല്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്താണ്ട് ഇവിടുന്ന് ഇതുവരെ എന്താണ്? d ആണ്. അപ്പോൾ നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ മോളിക്യൂൾ അങ്ങോട്ട് ഓടിപ്പോവാണ്. നമ്മളെ മോളിക്യൂൾ ഇങ്ങോട്ട്, ഈ മോളിക്യൂൾ സെൻറ്ററിൽ ഇരിക്കുന്ന മോളിക്യൂൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവനെ വരച്ചോണ്ട് പോകും. ഓക്കെ, അപ്പോൾ കൊളീഷൻ നടന്നു. അപ്പോൾ ഇവൻ്റെ സെൻറ്റർ ടു അവൻ്റെ സെൻറ്റർ എത്ര? ഡി. ഇവൻ്റെ സെൻറ്റർ ടു ഇവൻ്റെ സെൻറ്റർ എത്ര? അതും ഡി. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഡി ഉള്ളവന്മാർക്കെല്ലാം ഡി കിട്ടും ആണല്ലോ. അപ്പോൾ ഇവൻ എത്ര വോളിയം, അപ്പോൾ ഇവൻ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കണം. ഞാൻ ഇനി വരയ്ക്കുന്നത് ഇങ്ങനെ ഒരു സിലിണ്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഒരു സിലിണ്ടറിനെ കണ്ടോ? ഇതാ ഞാൻ വരയ്ക്കുകയാണ്. ഒരു സിലിണ്ടറിനെ ഇങ്ങോട്ട് വരയ്ക്കാം. നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ഈ ദൂരം എന്ന് പറയുന്നത് ഡി അല്ലേ? ആണ്. ഓക്കെ, ആണ്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള എല്ലാവരും ഇടി കിട്ടുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ വോളിയം ഓഫ് ദി സിലിണ്ടർ? ഈ സിലിണ്ടറിൻ്റെ വോളിയം എത്ര വരും? ഈ സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ദൂരം എക്സ് ആണെന്നിരിക്കട്ടെ, ഇത് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം ∆t ആണെന്നിരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ വോളിയം എങ്ങനെ കാണും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഇപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു, ഞാൻ പറയുന്നത് ആദ്യം കാണുമ്പോൾ ഒരു അത്ര സുഖം തോന്നില്ല, രണ്ടാമത് പറയുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ബേസ് ഏരിയ, ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഏരിയ ആണ്. ഈ എൻഡിൽ കാണുന്ന സർക്കിളിൻ്റെ ഏരിയ എത്ര? πr² ആണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ πd² ആണ് ഇക്വേഷൻ. റേഡിയസ് അവിടെ d ആയതുകൊണ്ട് അപ്പോൾ πd² ഇൻറ്റു ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ πd² x ആണ് ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ πd² ഞാൻ അതുപോലെ എഴുതി. നമുക്കിവിടുത്തെ വെലോസിറ്റി v ബാർ ആണെന്ന് വിളിച്ചാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ് ഡിവൈഡഡ് ബൈ ടൈം ∆t ആണെങ്കിൽ എക്സിൻ്റെ ആൻസർ v ബാർ ∆t എന്നാണ്. അപ്പോൾ എന്താണ്? ∆t ഇൻറ്റു v ബാർ എന്ന്. ഓക്കെ, അപ്പോൾ വോളിയത്തിൻ്റെ ആൻസർ കിട്ടി. എന്താണ്? πd² ∆t v ബാർ. ഈ ഇത്രയും വോളിയത്തിലുള്ള എല്ലാവരും ഇടി കിട്ടും. ഓക്കെ, ഇതിനകത്ത് എത്ര മോളിക്യൂൾസ് കിട്ടും? ഇതിനകത്ത് യൂണിറ്റ് വോളിയത്തിൽ n മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് കാണും? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് വോളിയം. ഈ എത്ര മോളിക്യൂൾ ഈ വോളിയത്തിൽ കാണും? πd² ∆t v ബാർ ഇൻറ്റു n. ഇത്രയും മോളിക്യൂൾസ് ഈ വോളിയത്തിൽ കാണും ആണോ? ഇനി നിങ്ങൾ പറയുക, ദാ മീൻ ഫ്രീ പാത്ത് കാണാൻ പോവാണ്. മീൻ ഫ്രീ പാത്ത് കാണാനുള്ള ഇക്വേഷൻ കാണാതെ പഠിച്ചു വയ്ക്കണം. മീൻ ഫ്രീ പാത്ത് കാണാനുള്ള ഇക്വേഷനാണ് ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് എന്നാണ്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു പറ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ് മക്കളെ? എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ v ബാർ ∆t അല്ലേ? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് πd² ∆t v ബാർ n എന്നാണ്. അപ്പോൾ ഇതിനകത്ത് v ബാർ ∆t വെട്ടിപ്പോവും. v ബാർ ∆t വെട്ടിപ്പോയിട്ട് ലാംഡയുടെ ആൻസർ എന്താ വരിക? 1/πd² n എന്നാണ് വരുന്നത്. ഓക്കെ, 1/πd² n എന്നാണ് മീൻ ഫ്രീ പാത്തിൻ്റെ ആൻസർ വരുന്നത്. ബുദ്ധിമുട്ട് തോന്നിയോ? ഇനി നമുക്കുള്ള എല്ലാ മോളിക്യൂൾസും മൂവ് ചെയ്യാണ്. പക്ഷേ നമ്മളിവിടെ അസ്യൂം ചെയ്ത് ഈ സെൻറ്ററിൽ ഇരിക്കുന്ന മോളിക്യൂൾ മാത്രം മൂവ് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാ മോളിക്യൂൾസിൻ്റെയും മൂവ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്യേണ്ടി വരും.
മോഡിഫൈ ചെയ്ത് കിട്ടുന്ന പുതിയ ഇക്വേഷൻ കാണാതെ പഠിക്കണം. 1/√2 പൈ ഡി സ്ക്വയർ എൻ എന്നാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന് എല്ലാ മോളിക്യൂൾസിൻ്റെയും മോഷൻ കൺസിഡർ ചെയ്താൽ മീൻ ഫ്രീ പാത്ത് കാണാനുള്ള ഇക്വേഷൻ. ഇത് പഠിച്ചു വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇറൈസ് ചെയ്തിട്ട് പറയാം. എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്ത്. മീൻ ഫ്രീ പാത്തിൻ്റെ ലെറ്റർ ഏതാണ്? ലാംഡയാണ്. അല്ലെങ്കിൽ ചില ആളുകൾ എൽ എന്ന് എഴുതും. ഓക്കെ, മീൻ ഫ്രീ പാത്ത് കാണാനുള്ള ഇക്വേഷൻ പറ. ലാംഡ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ നമ്പർ ഓഫ് കൊളീഷൻസ് എന്നാണ്. നമ്പർ ഓഫ് കൊളീഷൻസ് എന്നാണ്. ഓക്കെ, ഇത്രയല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. യു കൺസിഡർ വൺ മോളിക്യൂൾ. So this is your molecule. Its diameter is d. So its radius will be d/2. Suppose it is moving like this in this direction. Okay. Then see, അപ്പോൾ ഇത് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഈ ഒരു പാത്ത് വഴിയായിരിക്കും. ഏതാണ്ട് ഇത്രയും സ്ഥലത്തൂടെ ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ അതാ ഇത്രയും സ്ഥലത്തൂടെ ഇങ്ങനെ ഈ മോളിക്യൂൾ ഇങ്ങോട്ട് നീങ്ങും. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. ഇനി വഴിയിൽ ഇരിക്കുന്ന എല്ലാത്തിനെയും ഇടിച്ച് നിരത്തിക്കൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവനെ വരച്ചോണ്ട് പോവും, ഇനി ഇവനെ വരച്ചോണ്ട് പോവും ആണല്ലോ. അപ്പോൾ ഇവനെ വരച്ചോണ്ട് പോവും ആണല്ലോ. ഇനി ഇവൻ എല്ലാ മോളിക്യൂൾ ഐഡൻറ്റിക്കൽ എന്ന് നമ്മുടെ അസംഷൻ. ഇതും d/2 ആണ്, ഇതിൻ്റെ റേഡിയസും d/2 ആണ്. അപ്പോൾ ഈ സെൻറ്ററിലിരിക്കുന്ന മോളിക്യൂൾ ഇവന്മാർ രണ്ടിനെ ഇടിക്കും എന്നുള്ള ഗ്യാരണ്ടിയാണ്. ഇതേപോലെ വഴിയിരിക്കുന്ന എല്ലാവരെയും ഇടിച്ച് തേച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ മോളിക്യൂളിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾ എടുത്ത മോളിക്യൂളിനെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇവൻ്റെ സെൻറ്റർ ഇതാണ്, അടുത്ത് ഇപ്പുറത്തിരിക്കുന്നവൻ്റെ സെൻറ്റർ ഇതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഈ ദൂരം എന്ന് പറയുന്നത് d അല്ലേ മക്കളെ? ആണ്. ഇനി ഇവൻ്റെ സെൻറ്റർ ഇതാണ്, ഇവൻ്റെ സെൻറ്റർ ഇതാണ്. അത് രണ്ടും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് d അല്ലേ? അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് d ഉള്ള എല്ലാവരെയും എൻ്റെ മോളിക്യൂൾ ഇടിക്കും. ഓക്കെ, എൻ്റെ മോളിക്യൂൾ അങ്ങനെ ഉള്ള മോളിക്യൂളാണ്. ദാ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് വരയ്ക്കാം, ഒരു ലൈൻ വരയ്ക്കാം, ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും സ്ഥലത്ത് ഇരിക്കുന്ന എല്ലാവരും ഇടി ഉറപ്പാണെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, ഈ ദൂരം എന്ന് പറയുന്നത് d ആണ്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് മോളിക്യൂൾ സഞ്ചരിക്കുന്നു, റൈറ്റിലോട്ട് സഞ്ചരിക്കുന്നു. ഈ ദൂരം എന്താണ്? എക്സ് എന്ന് വിചാരിക്കുന്നു. എക്സ് ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ΔT ആണെന്ന് എടുക്കുന്നു. ഇനി ഞാൻ ഈ എൻ്റെ മോളിക്യൂൾ എത്ര വോളിയത്തിലുള്ളവന്മാരെ ഇടിക്കും എന്ന് കൺസിഡർ ചെയ്യുന്നു. സോ വോളിയം ഓഫ് ഹീറ്റിംഗ് എന്താണ്? വോളിയം ഓഫ് ഹീറ്റിംഗ് എന്താണ്? വോളിയം എങ്ങനെ കാണും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ ഏരിയ അതെന്ന് പറയുന്നത് πr² ആണ്. πd² എന്നാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു πd² എന്നാണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ x ആണ്. ഇനി നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ πd² അതുപോലെ എഴുതി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ വെലോസിറ്റി നിങ്ങൾ v⁻ എന്ന് എടുക്കുക, ടൈമിനെ ΔT എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ വോളിയമായി. അപ്പോൾ ഇത്രയും വോളിയത്തിലുള്ളവർക്ക് ഇടി കിട്ടും. യൂണിറ്റ് വോളിയത്തിന് n മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് സഫറിങ് കൊളീഷൻ സഫർ ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം എങ്ങനെ കാണും? യൂണിറ്റ് വോളിയത്തിൽ n എണ്ണം. അപ്പോൾ ഇത്രയും വോളിയത്തിൽ എത്ര എണ്ണം? അത് ഇൻറ്റു n. അപ്പോൾ πd² v⁻ΔT ഇൻറ്റു n എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് അവിടെ ആ വോളിയത്തിൽ ഉണ്ട്. ഇത്രയും ആശാന്മാർക്ക് ഇടി കിട്ടും. ഇനി മീൻ ഫ്രീ പാത്ത് കാണണം. എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കൊളീഷൻസ്. അപ്പോൾ നമ്പർ ഓഫ് കൊളീഷൻസ് പറ. നമ്പർ ഓഫ് കൊളീഷൻസ് πd² v⁻ΔT n എന്നാണ്. എക്സിൻ്റെ ആൻസർ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എക്സ്? ഡിസ്റ്റൻസ്, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ v⁻ΔT ഡിവൈഡഡ് ബൈ πd² v⁻ΔT n എന്നാണ്. അപ്പോൾ v⁻ΔT ക്യാൻസലായി, ബാക്കി ലാംഡയുടെ ആൻസറായി 1/πd² n എന്നാണ്. So this is with the assumption that my molecule considered alone is moving. അതാണ് അസംഷൻ. ബട്ട് ആക്ച്വലി all molecules are moving. So if we consider the motion of all molecules, lambda can be calculated as 1/√2 πd² n. This is a expression for mean free path. വലിയ സംഭവമൊന്നുമല്ലോ. നിങ്ങൾക്ക് ഇനി പറഞ്ഞൂടെ? സി എന്തൊക്കെയാണ്? ഞാൻ ഫാസ്റ്റായിട്ട് പറയാം. You consider a molecule of diameter d. Its radius will be d/2. So
it can hit against all other molecules if the distance between their centers is d. Okay, then see, if we consider a cylinder of radius d, the molecule considered can collide against all the other molecules in this cylindrical oleum. Then the oleum is equal to base area into height. Base area is what? Pi d square, height is x. Then we know v is equal to displacement by time, then height displacement is equal to velocity into time. So here velocity is v bar, so v bar into time is delta t. So this is a oleum. Okay, then see how many molecules are suffering this collision. So number of collisions is equal to, so you see if there are n molecules, all the n molecules will undergo collision. Number of molecules is equal to number of collision. Unit oleum contains n molecules, so this much oleum contains that into n, that many molecules are there. So number of molecules is equal to number of collisions. So number of collisions is equal to this into n. Then what is the equation for calculating lambda? Distance moved by number of collisions. Distance is x divided by number of collisions is this one. Then instead of x you write velocity into time. So v bar delta t cancelled. So I am getting this. Then this is obtained with the assumption that the molecule considered alone is moving. Actually all the other molecules are also moving. So we have to modify this equation. We have to add a root 2 here. So this is answer of lambda. So what is the final answer for lambda? 1 by root 2 pi d square n. Okay, what is d? D is a diameter of the molecule. Okay, n means a number of molecules in unit oleum or number of collisions. Okay, ഓർത്ത് വയ്ക്കുക. അടുത്തേക്ക് പോട്ടെ. അങ്ങനെ ഒരു സാധനം കൂടെ കഴിഞ്ഞു, ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ, ചാപ്റ്റർ ഇപ്പോൾ തീരും. ഓക്കെ, ഇനി ഇത് ചോദിക്കാനൊന്നും ചാൻസ് കുറവാണ്, ജസ്റ്റ് അറിയുക. സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്പെസിഫിക് ഹീറ്റൊക്കെ പഠിച്ചതാണ്. ഓക്കെ, ഒരു സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, എക്സാമിന് ചോദിക്കുകയൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ വായിച്ച് നോക്കണം, അതിനകത്ത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു സോളിഡിനെയാണ്. നമ്മൾ ഒരു സോളിഡ് അതിനകത്ത് n ആറ്റംസ് ഉണ്ട്. ഒരു സോളിഡാണ്, ഗ്യാസ് അല്ല, സോളിഡാണ്. ഈ ആറ്റംസ് എല്ലാം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ആറ്റംസ് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്ന് വൈബ്രേറ്റ് ചെയ്യാനല്ലേ സോളിഡിലെ ആറ്റംസിന് പറ്റൂ, അല്ലാതെ ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. ഗ്യാസിലെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ തോന്നിയവാസികളാണ്, ഇറങ്ങി ഓടിക്കളിക്കും. പക്ഷേ സോളിഡിലെ മോളിക്യൂൾസ് ഇറങ്ങി ഓടിക്കളിച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മളൊക്കെ സോളിഡായിട്ടിരിക്കുന്നു. ഇവിടെ എൻ്റെ മോന്തയിലിരിക്കുന്ന മോളിക്യൂൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഓടിയാൽ എന്ത് ചെയ്യും? മോന്തയുടെ ഷേപ്പ് മാറും, ശരിയല്ലേ? അതുപോലെ അപ്പോൾ സോളിഡിലെ മോളിക്യൂൾസ് ഇറങ്ങി ഓടുമോ? ഇല്ല, ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് തുള്ളി കളിക്കുകയുള്ളൂ. ഓക്കെ, അത് നമുക്കറിയാം. ഇനി അടുത്തത് എന്താണ്? 1 ഡയമെൻഷണൽ ഓസിലേഷനാണ് ഞാൻ എടുക്കുന്നത് എന്താണ്? വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. 1 ഡയമെൻഷണൽ ഓസിലേഷനാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എനർജി എത്ര വരും? എനർജി കാണാൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? 1 മോഡാണെങ്കിൽ 1/2 kBT എന്നാണ്. ഓക്കെ, ഇനി വൈബ്രേറ്റിംഗ് എന്ന് പറയുമ്പോൾ 2 മോഡല്ലേ മക്കളെ? വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡാണ്. അപ്പോൾ 2 മോഡാകുമ്പോൾ 2 × 1/2 kBT. അപ്പോൾ kBT എന്നാണ് എനർജി നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ 1 ഡയമെൻഷണൽ ഓസിലേഷൻ എന്ന് നമ്മൾ, അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ വൈബ്രേഷൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ എന്താണ് അവിടുത്തെ എനർജി എന്ന് പറയുന്നത് kBT ആയിരിക്കും, ആണല്ലോ. ഇനി 3 ഡയമെൻഷണൽ വൈബ്രേഷൻ എന്നാണെങ്കിലോ, 3 ഡയമെൻഷണൽ വൈബ്രേഷൻ എന്നാണ് എടുക്കുന്നതെങ്കിൽ എനർജിയുടെ ആൻസർ ഇതിൻ്റെ 3 ടൈംസ് ആയിരിക്കും. അപ്പോൾ എത്ര വരും? 3 kBT വരും. സംശയമുണ്ടോ? അപ്പോൾ 3 kBT വരും. ഇനി അടുത്തത് 1 മോൾ. ഇനി അടുത്തത് യുവിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? യുവിൻ്റെ ആൻസർ കാണാൻ അങ്ങനെയാണെങ്കിൽ 3 kBT × അവഗാഡ്രോ നമ്പർ എന്നാണ്, ആണല്ലോ. kB × NAക്ക് പകരം R ഇടും, അപ്പോൾ 3RT എന്നെടുക്കും. ഇനി CV കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാം, DU/dt എന്നാണ്. അപ്പോൾ പറയൂ, D/dt അതുപോലെ എഴുതി 3RT എന്നെടുക്കേണ്ടി വരും. അപ്പോൾ 3R എന്ന ആൻസർ കിട്ടില്ലേ? അപ്പോൾ സ്പെസിഫിക് കണ്ടുപിടിച്ചു. ഓക്കെ, CV കണ്ടുപിടിച്ചാൽ മതി, ഇത്ര മതി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവുന്ന സ്റ്റെപ്പുകളാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫാസ്റ്റായിട്ടൊന്നുകൂടെ പറയാം, എഴുതിയൊക്കെ വരണേ. അപ്പോൾ എന്താണ്? ഒരു സോളിഡ് എടുക്കുന്നു,
ഒരു സോളിഡ് എടുത്തു ഞാൻ. ഓക്കെ, സോളിഡിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. അപ്പോൾ അവിടെ n ആറ്റംസ് ഉണ്ട്, n ആറ്റംസ് ഉള്ള ഒരു സോളിഡാണ്. ഓക്കെ, ദെൻ ആറ്റംസ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റിംഗ് അബൌട്ട് മീൻ പൊസിഷൻ. ഓക്കെ, ദെൻ വൺ ഡയമെൻഷണൽ വൈബ്രേഷൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇഫ് വൺ ഡയമെൻഷണൽ vibration is considered, if one dimensional vibration is considered, energy എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയൂ? What is energy? Vibration is 2 mode. One mode has energy half kBT, so half kBT into one vibration is 2 mode, so 2 into half kBT. Answer is kBT. This is energy if one dimensional vibration is considered. If 3-dimensional vibration is considered, if 3-dimensional vibration is considered, if 3-dimensional vibration is considered, what is energy? Energy is equal to 3 times this, so 3 kBT. Then what will be the answer of U then? U is equal to 3 kBT into Avogadro number, then kB into Na R, for 3 RT. Then what is the answer of CV? CV is equal to du by dt. Okay, so d by dt, then 3 RT, then 3R is the answer. മനസ്സിലായോ? അപ്പോൾ സോളിഡിൻ്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റിൻ്റെ ആൻസർ എത്രയാണ്? 3R ആണ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? CV ആണ്. ഇനി പറയണോ? ഓർത്ത് വയ്ക്കുക. See, what do you know about a solid? You consider a solid having n atoms, each atom vibrating about mean position. If we consider one dimensional vibration, energy is equal to, see how much? One mode has half kBT, here one vibrating, so vibration is 2 mode, so 2 into half kBT, answer is kBT. So this is energy if we consider one dimensional vibration. If 3-dimensional vibration is considered, total energy is equal to 3 times this. Okay, then what is answer of internal energy? Internal energy is equal to this into Avogadro number, so kB into Na can be written as R, so 3RT is answer. Then how will you calculate CV? du by dt, so you are getting the answer as 3R. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഒരു സാധനം കൂടെ ഉള്ളൂ ചാപ്റ്ററിനകത്ത്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വി കൺസിഡർ വാട്ടർ ആസ് എ സോളിഡ്. വി കൺസിഡർ വാട്ടർ ആസ് സോളിഡ്. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവായിട്ടാണ് ഇങ്ങനെ ഈ മെത്തേഡ് ഓഫ് സോൾവിങ് ചെയ്യുന്നത്. സോ വി കൺസിഡർ വാട്ടർ ആസ് എ സോളിഡ്. ഒരു സോളിഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട്, എല്ലാം അറിയാം. ഓക്കെ, ഇനി അടുത്തത് യുവിൻ്റെ ആൻസർ പറയണം. യുവിൻ്റെ ആൻസർ നേരത്തെ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ n ആറ്റംസ് എടുത്തു അല്ലേ? അപ്പോൾ n ആറ്റംസ് എടുത്തു. അവിടുത്തെ യുവിൻ്റെ ആൻസർ എത്രയായിരുന്നു മക്കളെ? യുവിൻ്റെ ആൻസർ എത്രയായിരുന്നു? നിങ്ങൾ പറഞ്ഞാൽ മതി, അതൊന്നും വേണ്ട. യുവിൻ്റെ ആൻസർ ഒന്നും ഞാൻ എഴുതുന്നില്ല, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. 3 ആറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 3 ആറ്റം ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ എനിക്കിപ്പോൾ പറഞ്ഞു തന്നാൽ മതി. ഒരാറ്റമായിരുന്നെങ്കിൽ നിങ്ങൾ എനർജി എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു? നേരത്തെ പോലെ എങ്ങനെ എനർജി കണ്ടുപിടിക്കുമായിരുന്നു? പറ. എങ്ങനെയായിരുന്നു എനർജി കണ്ടുപിടിക്കുന്നത്? വൈബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹാഫ് കെ ബി ടി ഇൻറ്റു പറ 1 ഡയമെൻഷണൽ ഹാഫ് കെ ബി ടി ഇൻറ്റു 2, അപ്പോൾ എത്ര വരും? kBT എന്ന് വരും. 3 ഡയമെൻഷണൽ കൺസിഡർ ചെയ്താൽ ദാറ്റ് ഇൻറ്റു 3, അപ്പോൾ 3 kBT എന്ന് വരും. ഓക്കെ, ഇനി യുവിൻ്റെ ആൻസർ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എത്രയെന്ന് വരും? പറ. 3 kBT ഇൻറ്റു പെട്ടെന്ന് പറ. 3 kBT ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് എടുത്തന്നെ. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഇത് kB ഇൻറ്റു എന്നയ്ക്ക് വരും 6 എന്ന് എഴുതി, അപ്പോൾ 3RT എന്ന് വന്നേനെ. എന്താണെങ്കിൽ ഒരാറ്റം മാത്രം എടുത്തിരുന്നെങ്കിൽ, ഒരാറ്റത്തിൻ്റെ 3 ഡയമെൻഷനിൽ എടുത്തിരുന്നെങ്കിൽ. ഇനി ഇവിടെ 3 ആറ്റം ഉണ്ട്, അപ്പോൾ 3 ആറ്റത്തിൻ്റെ 3 ഡയമെൻഷനിൽ എടുക്കുമ്പോഴത്തേക്ക് യുവിൻ്റെ ആൻസർ ഇതിൻ്റെ 3 ടൈംസ് വരും, അപ്പോൾ 9RT എന്ന് വരൂലേ? അങ്ങനെയാണെങ്കിൽ CVയുടെ ആൻസർ എത്ര വരും? du by dt എന്ന് വരില്ലേ? അപ്പോൾ ആൻസർ ഒറ്റയടിക്ക് പറ 9R എന്ന് വരും. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. ഇത് നമ്മളിപ്പോൾ പഠിച്ചത് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഒന്നും കൂടെ ഞാൻ പറയാം. സോ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, so we consider water as a solid. Okay, if one atom is considered,
ഒരൊറ്റ ആറ്റം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കുക? പറ. എനർജി ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം. എനർജി എത്ര വരും? ഒരു മോഡിന് ഹാഫ് KBT, ഒരു മോഡിന് ഹാഫ് KBT. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈബ്രേഷനാണ്. അപ്പോൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 മോഡെന്നാണ്. അപ്പോൾ 2 × ഹാഫ് KBT. അപ്പോൾ ആൻസർ KBT എന്ന് വരും. ഓക്കെ. ദെൻ അടുത്ത അങ്ങനെ ഈ ഒറ്റ ആറ്റമാണ് എടുക്കുന്നത്. ഇനി ഇഫ് എന്താണ് ഒറ്റ ആറ്റം എടുത്തു, അതിൻ്റെ 1 ഡയമെൻഷണൽ മോഷൻ മാത്രമേ എടുത്തുള്ളൂ. ഇഫ് 3 ഡയമെൻഷണൽ vibration is considered, if 3 dimensional vibration is considered, പറ energy is equal to how much? 3 times is. അപ്പോൾ 3 times KBT എന്ന് വരും. ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ആൻസർ പറയൂ. യുവിൻ്റെ ആൻസർ എത്ര വരും? 3 KBT × അവഗാഡ്രോ നമ്പർ എന്ന് വരും. KB × NA R. അപ്പോൾ 3 RT എന്ന് വരും. ഓക്കെ. ബട്ട് ഹിയർ എന്താണ്? വാട്ടർ ഹാസ് 3 atoms. So 3 atoms. Okay. So what will be the answer of U? 3 times 3 RT. Okay. So U is equal to 9 RT. Okay. Then what is answer of CV? DU by DT എന്നാണ്. So what is your answer? 9R. Is it clear? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് CV. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി കണ്ടു. അങ്ങനെ നമ്മുടെ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ചാപ്റ്ററും കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനകത്ത് ഇതെല്ലാം നിങ്ങൾ ഓർത്തോണം. ഏതാണ്? CV വാല്യൂ, CP വാല്യൂ, ഗാമ വാല്യൂ, മോണോ, ഡയാ, ട്രൈ, അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ദിവസം. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അടുത്ത് നമ്മൾ പ്രഷർ എക്സർട്ടഡ് ബൈ ഗ്യാസ്, അതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അത് അലുമ്പാണെങ്കിലും പഠിച്ചേ പറ്റൂ. പിന്നെ ഇന്നിപ്പോൾ പഠിപ്പിച്ചതിനകത്ത് ഏതാണ്? മീൻ ഫ്രീ പാത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ പാർഷ്യൽ ടോട്ടൽ പ്രഷർ ഈസ് എ സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്, ഡാൾട്ടൺസ് ലോ, അതും പഠിച്ചു വെച്ചോണം. ഇത്രയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഗതികൾ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ ന്യൂമറിക്കൽസ് കൂടെ കുറേ എണ്ണം സോൾവ് ചെയ്യണം. അപ്പോൾ എല്ലാം സോൾവ് ചെയ്ത് പോവാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരുപാട് സ്റ്റെപ്പ് വരുന്നത് ഞാൻ അങ്ങ് ഒഴിവാക്കും. അപ്പോൾ അല്ലാത്ത എല്ലാം നമുക്കങ്ങ് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ സമയം 7 മണിയായി. ഓക്കെ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. ചെയ്ത് ഫിനിഷ് ചെയ്യാൻ തന്നെ നോക്കാം. പറ്റുമെങ്കിൽ ഫിനിഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. ഓക്കെ, എനിക്ക് അത്രയ്ക്കൊരു സുഖമില്ല. ഭയങ്കര തണുപ്പ്, നമ്മുടെ റൂമിന് ഭയങ്കര തണുപ്പ്. അപ്പോൾ അതുകൊണ്ട് തൊണ്ടയ്ക്കൊരു സുഖം തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം ഇറൈസ് ചെയ്ത് കളയാണ്. ഇനി നമ്മുടെ പുതിയ സംഭവത്തിലേക്ക് പോവാണ്. ഓക്കെ, കൈനറ്റിക് തിയറിയുടെ ന്യൂമറിക്കൽസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ ചെയ്തു വരണം. ന്യൂമറിക്കൽസ് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽസ് അറിഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ന്യൂമറിക്കൽസ് അറിയാതെ ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി പഠിപ്പിച്ച് പോകുന്ന കാലത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് സാറന്മാർ ഇതുപോലെ എന്നെ പോലെ സാറന്മാരെല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും, മക്കളെ ആ പ്രോബ്ലംസ് എടുത്ത് വെച്ച് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്ക് പോടാ വട്ടി എന്നാണ് മനസ്സിൽ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്ത് ഇന്നസെൻ്റായിട്ട് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പട്ടി നമ്മൾ മനസ്സിൽ പറയും, ഇല്ലേ? അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഇത്രയും പട്ടിയെന്നൊന്നുമല്ല പറയുന്നത്, ഞാൻ അലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, കിടിലം സാധനങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണ്. ഇപ്പോൾ ന്യൂമറിക്കൽസ് എടുത്ത് വെച്ച് ചെയ്ത് നോക്കുക. തിയറി ആദ്യം പഠിക്കുക. തിയറി ആർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ തിയറി പഠിച്ച് വൃത്തിയായിട്ട് തിയറി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ തിയറി വൃത്തിയായിട്ട് പഠിച്ചിട്ട് ആ ന്യൂമറിക്കൽസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി ആൻസർ കണ്ടുപിടിക്കണം സ്വന്തമായിട്ട്. അല്ലാതെ ഫിസിക്സ് സാറിൻ്റെ ജോലിയല്ല സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കലും ഒന്നും. ഓക്കെ, നമ്മൾ സയൻസ് എടുത്തപ്പോഴത്തേക്ക് ആലോചിക്കണമായിരുന്നു നമ്മൾ ഇതെല്ലാം ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടവരാണെന്ന്. അപ്പോൾ കുത്തിയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ സയൻസ് എടുത്തു പോയി, ഒരു വർഷവും കഴിഞ്ഞു, ഇനിയും നമ്മൾ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ഓക്കെ, വെറും പൊട്ടന്മാരെ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് ന്യൂമറിക്കൽസ് നിങ്ങൾ കുത്തിയിരുന്ന് ചെയ്യുക. ചെയ്ത് കഴിയുന്തോറും നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും നിങ്ങളുടെ സ്പീഡ് കൂടും, നാച്ചുറലി കൂടും. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ പഴയ കുട്ടികൾ, ഇപ്പോൾ റിപ്പീറ്റ് ബാച്ചിലൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് അവരും നമ്മളെ അടുത്ത് നോർമൽ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ പറയും, മക്കളെ ഫസ്റ്റ് ചാൻസിൽ എൻട്രൻസ് എഴുതിയെടുക്കണം, പ്രോബ്ലംസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യൂല, നമ്മളെ കൊന്നാലും ചെയ്യില്ല എന്ന് പറഞ്ഞുള്ള ആറ്റിറ്റ്യൂഡിൽ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും. കുറച്ച് പേരൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടും പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യും? എൻട്രൻസിന് റിപ്പീറ്റ് ബാച്ചിൽ വരും. റിപ്പീറ്റ് ബാച്ചിൽ വരുമ്പോഴത്തേക്ക് പിന്നെ എൻട്രൻസ് എഴുതിയെടുത്തില്ലെങ്കിൽ വീട്ടുകാരും കൂടെ കൊല്ലും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ കൊടുക്കും. അഡീഷണൽ പൈസയും ചിലവാക്കി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നേരത്ത് അവന്മാരെന്ത് ചെയ്യും? ഗതി കെട്ടി പ്രോബ്ലംസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവന്മാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറേ അന്നൊക്കെ സാറ് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും സാറിന് എന്തോ ഭ്രാന്താണെന്ന്.
ഇത് പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നതല്ലേ, നമ്മൾ തിയറി പഠിച്ചതല്ലേ, ഇക്വേഷനൊക്കെ ഓർമ്മ വരും എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളങ്ങ് ഇരിക്കും. പരീക്ഷ ഹാളിൽ ചെന്നപ്പോഴത്തേക്ക് ഒന്നും ഓർമ്മയിലും വന്നില്ല, തേയുകയും ചെയ്തു. എന്നാലും നമ്മൾ അഹങ്കാരം ഒട്ടും മാറ്റി വെച്ചിട്ടുമില്ല അല്ലേ. അപ്പോൾ ഇപ്പോഴാണ് സാറ് പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായത്. ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഐഡിയ പിടികിട്ടുന്നുണ്ട് സാറേ, നമുക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് ഇന്നത് മെമ്മറിയിൽ വരുന്നുണ്ട്, ആരോ പറഞ്ഞു തരുന്ന പോലെ നമുക്ക് കയറി വരുന്നുണ്ട് എന്ന് അവരും പറയും. ഇതേ നിങ്ങളും പറയും, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് ആരെഴുതി പഠിക്കുന്നോ അവർ രക്ഷപ്പെടും, അത് ഓർത്ത് വെച്ചോണം. ന്യൂമറിക്കൽസ് ചെയ്ത് പഠിച്ചാലേ റെഡിയാവും, അല്ലാതെ കണ്ട് പഠിച്ചാൽ ഇനി വായിച്ച് പഠിക്കുന്ന ആളുകളാണ് കൂടുതലും. 100 പേരെടുത്താൽ 99 പേരും വായിച്ച് പഠിക്കുന്നവരാണ്, രക്ഷപ്പെടാൻ പാടില്ല. ഈ 1 എന്ന് പറഞ്ഞ ആൾ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് കുത്തിയിരുന്ന് എഴുതി പഠിക്കുക. ഓക്കെ. ഇനി ചില പാരൻസ് എന്ന് പറയുന്നത്, ചില പാരൻസ് ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം കാണിക്കുന്ന പാരൻസും ഉണ്ട്. അവർ പറയും ആ പ്രോബ്ലം എടുത്തു വെച്ച് 5 പ്രാവശ്യം എഴുതും എന്ന് പറയും. അത് മണ്ടത്തരമാണ്. അങ്ങനെ ഒരു മണ്ടത്തരം പാരൻസ് ഒന്നും കാണിക്കരുത്. കാരണം ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കുട്ടി ആദ്യം ഒന്ന് നോക്കി, അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ പ്രോബ്ലം നോക്കി ഒന്ന് മനസ്സിലായി, ഓക്കെ ആയിട്ട് ബുക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കാവുമ്പോഴത്തേക്ക് നമ്മൾ അതെവിടെ മറന്നുപോയത്, ആ സ്ഥലം നമ്മളൊന്നും കൂടെ നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എഴുതും. അപ്പോൾ എഴുതി ഓക്കെ ആയി, അത് മതി. ഇനി അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ അതേപടി ആ ചാപ്റ്ററിലെ മൊത്തം പ്രോബ്ലംസും ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്നത്തെ ദിവസം പിന്നെ അതിനകത്ത് തൊടാൻ പോകണ്ട. പിന്നെ തൊട്ടടുത്ത ദിവസം എടുത്തിട്ട് ഇതേ ന്യൂമറിക്കൽസ് തനിയെ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാവുന്നതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ. അപ്പോൾ അത് വീണ്ടും ഒന്ന് നോക്കിയിട്ട് അത് ചെയ്യാം. അപ്പോൾ 2 പ്രാവശ്യം ആയില്ലേ. എന്നിട്ട് വീക്കെൻഡിൽ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണം. ഇതിനൊക്കെ എപ്പോഴും സമയം കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഈ മൊബൈലിൽ കളിക്കുന്ന സമയങ്ങൾ ഓരോന്നും, നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ സമയവും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് സമയം കിട്ടും. ഇതിന് ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ആളുകൾക്കും 24 hours കൂടുതൽ സമയം കിട്ടുന്നില്ല അല്ലേ. ഇപ്പോൾ പറയും ചില സ്ഥലത്തൊക്കെ സമയം കൂടുതലാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ സമയം കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ആ സമയത്തിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ, മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് കുത്തിയിരുന്ന് ചെയ്യുക. നമുക്ക് അടുത്ത വർഷം JEE ഒക്കെ പോയി എഴുതാനുള്ളവരാണ്. ഇപ്പോൾ JEE ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടത്തുന്ന ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളെ സ്പോട്ട് ചെയ്യാനുള്ള എക്സാമാണ്, ഏറ്റവും ഡിഫിക്കൽട്ട് എക്സാംസിൽ ഒന്നാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാനുള്ളതാണ്, എഴുതിയെടുക്കാനുള്ളതാണ്. അപ്പോൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ മറക്കണ്ട, NCERT ആണ് നമ്മുടെ മരുന്ന്. NCERTയെ മറക്കരുത്. NCERT ആണ് ഞാനും പഠിപ്പിക്കുന്നത്. NCERTയിലെ പ്രോബ്ലംസാണ് ഞാൻ ചെയ്യുന്നത്. അവിടെയൊക്കെ അഡീഷണൽ പ്രോബ്ലംസ് ഇവിടെ ഇടുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ. ചിലതിലൊക്കെ നമ്മൾ ചില അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ വൃത്തിയായിട്ട് നമ്മുടെ ഈ വർക്ക് ചെയ്തു പോയാൽ നിങ്ങളങ്ങ് രക്ഷപ്പെടും. ഓക്കെ. അപ്പോൾ സ്മാർട്ടല്ലേ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇത്ര ഉപദേശമായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ പൊതുവിൽ ഇങ്ങനെയാണ് സ്റ്റുഡൻസ് എല്ലാം തന്നെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ. സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്താൽ മതി. എത്ര വെച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ അതുവരെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു 7:30 ഒരു 7:35 വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഒരു ½ an hour ക്ലാസ് ഇവിടെ ബാക്കിയുണ്ട്, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ. ഇനി ബാക്കി ആ ന്യൂമറിക്കൽസ് ഓസിലേഷൻ്റെയും വേവ്സിൻ്റെയും ഉണ്ടല്ലേ. അപ്പോൾ അത് ഞാൻ നാളെ അങ്ങനെ തന്നെ അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് തരാം. ഓക്കെ. ഇന്നിപ്പോൾ ചെയ്യേണ്ടതാണ്, ഇന്നിപ്പോൾ ഞാൻ അഡീഷണൽ ചെയ്തു തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മോഡൽ എക്സാം ആയിരുന്നു. അപ്പോൾ എനിക്ക് അതോടെ കൂടെ സ്റ്റുഡൻസിനെ എൻ്റെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറ്റാതിരുന്നത്. +2ൻ്റെ മോഡൽ എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാക്കി തിയറി എല്ലാം കൂടെ ഒന്നുകൂടെ പഠിപ്പിച്ചെടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ നിങ്ങൾ സഹകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ലൈവിൽ തന്നെ എത്ര പേര് ആണ് ഇരിക്കുന്നത്. അപ്പം ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കുട്ടികൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് റിവിഷൻ ക്ലാസ്സുകളൊന്നും കണ്ടക്ട് ചെയ്യാൻ ഈ വർഷം സമയമില്ലായിരുന്നു. റിവിഷൻ നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് തന്നിട്ടുണ്ട്, അതെടുത്ത് വെച്ച് നോക്കിയാൽ മതി. റിവിഷൻ വീണ്ടും ഞാൻ പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. അപ്പോൾ സംശയമുള്ള സെക്ഷൻ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലീനായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എനിവേ നന്നായിട്ട് പഠിച്ചിട്ട് വേണം +2ലേക്ക് കയറാൻ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സുഖമൊന്നും കിട്ടത്തില്ല +2. ഓക്കെ. അപ്പോൾ നമ്മുടെ +2ൻ്റെ ക്ലാസ്സുകൾ April 1st വീക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അത് എന്നുള്ളത് ഞാൻ മൺഡേ ഞാൻ മെസ്സേജ് തരാം. ഓക്കെ. മൺഡേ ഞാൻ മെസ്സേജ് തരാം. അപ്പോൾ മൺഡേ നിങ്ങളെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജോയിൻ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. ഉടനെ തന്നെ ആരടാ എന്നോട് ചോദിക്കാതെ മെസ്സേജ് എന്നെ ആഡ് ചെയ്തതെന്നൊന്നും വിചാരിച്ച് ഉടനെ എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് ഞാൻ തന്നെയാണ്, ഈ താടിക്കാരൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ താടിക്കാരൻ്റെ ഗ്രൂപ്പായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ബാക്കി മെസ്സേജസ് എല്ലാം അതുവഴിയായിരിക്കും തരുന്നത്. ഓക്കെ.
പിന്നെ ഈ പ്രസൻറ്റ് ബാച്ചിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്താണ് ഡിലീറ്റ് ചെയ്യാതെ നിങ്ങൾ സ്വമേധയാ ലെഫ്റ്റ് അടിക്കരുത്. അതെന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനിയും പല ഇൻഫർമേഷൻസ് ഇതുവഴി ഈ ഗ്രൂപ്പ് വഴി തന്നെ നമ്മുടെ അടുത്ത ഒരു ഏപ്രിൽ വരെയെങ്കിലും ഈ ഇതിനകത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മിസ്സായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കിട്ടണ്ടേ, അതുകൊണ്ട് ആ ഗ്രൂപ്പ് അതുപോലെ തന്നെ കിടന്നോട്ടെ, ആരും സ്വമേധയാ ലെഫ്റ്റ് അടിക്കണ്ട. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ് the molecular oleum to actual oleum occupied by oxygen gas at STP. STPയിലുള്ള ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മുടെ ഉള്ളത്. അതിൻ്റെ എസ്റ്റിമേറ്റ് ദ ഓഫ് എന്നേ ഇതിനകത്തുള്ളൂ, ദ ഫ്രാക്ഷൻ ഓഫ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് അങ്ങനെ ഇടാം. അപ്പോൾ എന്താണ് എസ്റ്റിമേറ്റ് ദ റേഷ്യോ ഓഫ് മോളിക്കുലാർ ഓളിയം ടു ആക്ച്വൽ ഓളിയം ഓഫ് ഓക്സിജൻ അറ്റ് STP. അപ്പോൾ STPയിലുള്ള ഓക്സിജൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ മോളിക്കുലാർ ഓളിയം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഓളിയം കണ്ടുപിടിക്കണം. STP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ അല്ലേ. അപ്പോൾ അതിരിക്കുന്ന സാധനം എന്താണ് 1 മോൾ സാധനമാണ് ഇരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇനി റേഡിയസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ 3 ആങ്സ്ട്രോം എന്ന് എടുത്തോളാനാണ് ക്വസ്റ്റിനകത്ത് പറയുന്നത്. അപ്പോൾ റേഡിയസ് നമുക്ക് എടുക്കാം, സമാധാനമായിട്ട് പതുക്കെ ചെയ്താൽ മതി. 3 ആങ്സ്ട്രോം, അപ്പോൾ 3 ഇൻറ്റു 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. അപ്പോൾ റേഡിയസ് എഴുതി. ഇനി നിങ്ങളെടുത്ത് കണ്ടുപിടിക്കേണ്ടതാണ് ഓളിയം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഓളിയം കണ്ടുപിടിക്കാം. അപ്പോൾ മോളിക്യൂൾ സ്ഫെറിക്കൽ എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പോൾ ഓളിയം ഓഫ് 1 മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ ഓളിയം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓളിയം എങ്ങനെ കണ്ടുപിടിക്കും? സ്ഫിയറിൻ്റെ ഓളിയം എന്താണ്? 4/3 πr³. ഓക്കെ, ഇതിനകത്ത് വാല്യൂ ഇടുക. അപ്പോൾ ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസിൻ്റെ ക്യൂബ് 3 ഇൻറ്റു 10⁻⁻10ൻ്റെ ക്യൂബ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഓളിയമായി. ഓളിയം ഓഫ് 1 മോളിക്യൂൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇതുപോലെ ഇടുക. ഓക്കെ, നമുക്ക് റേഷ്യോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ വെട്ടിപ്പോയി ക്ലിയർ ആവും, ഒന്നും ചെയ്യേണ്ട. ഇനി അടുത്തത് നമ്മുടെ കയ്യിൽ 1 മോൾ സാധനമല്ലേ ഉള്ളത് ആണ്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര ഉണ്ട്, എത്ര മോളിക്യൂൾസ് ഉണ്ട്? 1 മോൾ സാധനമാണുള്ളത്, അവഗാഡ്രോ നമ്പർ. അപ്പോൾ 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളിൻ്റെ ഓളി ഇതാണ്. ഓക്കെ, ഇത്രയും മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എ ആക്ച്വൽ വാട്ട് ഈസ് എ ടോട്ടൽ ഓളിയം? പറ, ടോട്ടൽ മോളിക്കുലാർ ഓളിയം എത്ര വരും? അപ്പോൾ ടോട്ടൽ മോളിക്കുലാർ ഓളിയം എങ്ങനെ കണ്ടുപിടിക്കും? പറ. 4/3 ഇൻറ്റു 3.14 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻10ൻ്റെ ക്യൂബ് ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 എടുക്കുമ്പോൾ എന്തായി? ടോട്ടൽ മോളിക്കുലാർ ഓളിയമായി. ഇനി ആക്ച്വൽ ഓളിയം എത്രയാണ് മക്കളെ? ആക്ച്വൽ ഓളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22. STPയിലുള്ളത് ഓളിയം എത്രയാണ്? 22.4 ലിറ്റർ അല്ലേ. അപ്പോൾ 22.4 ലിറ്റർ, അതിനെ മീറ്റർ ക്യൂബാക്ക് ഇൻറ്റു 10⁻⁻3. ഇപ്പോൾ ഇത്രയും മീറ്റർ ക്യൂബ്. അപ്പോൾ ഇത് മീറ്റർ ക്യൂബിലും ഇതും മീറ്റർ ക്യൂബിലും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായി? ആക്ച്വൽ ഓളിയമായി, ടോട്ടൽ മോളിക്കുലാർ ഓളിയമായി. ഇനി റേഷ്യോ വേണം. റേഷ്യോ ഓഫ് എന്താണ്? മോളിക്കുലാർ ഓളിയം ബൈ ആക്ച്വൽ ഓളിയം എന്നാണ്. മോളിക്കുലാർ ഓളിയം ഇതാണ്. അപ്പോൾ ഇത് ബോക്സ് എന്ന് ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇത് ബോക്സ്, ഇത് നമുക്കറിയാം. അപ്പോൾ ബോക്സ് ഡിവൈഡഡ് ബൈ 22.4 അത് എടുക്കുക. ഓക്കെ, 22.4 ഇൻറ്റു 10⁻⁻3. അപ്പോൾ ആൻസർ കിട്ടും സംതിങ് എന്ന് കിട്ടും. യൂണിറ്റ് ഒന്നുമില്ല. ഓക്കെ ആണേ, ഞാൻ ഇറേസ് ചെയ്യട്ടെ, ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ ഓക്സിജൻ മോളിക്യൂളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 ആങ്സ്ട്രോം. അപ്പോൾ 3 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് STPയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 മോൾ സാധനം കാണും. അപ്പോൾ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇപ്പോൾ 1 മോളിക്യൂളിൻ്റെ റേഡിയസ് ഇതാണെങ്കിൽ ഓളിയം ഓഫ് 1 മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ ഓളിയം എങ്ങനെ കാണും? 4/3 πr³. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 6ന് പകരം ഈ വാല്യൂ ഇടുക. ഓക്കെ, അപ്പോൾ ഓളിയം ഓഫ് 1 മോളിക്യൂളായി. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്ര വരും? എത്ര മോളിക്യൂൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 6.02 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ മോളിക്കുലാർ ഓളിയം എങ്ങനെ കണ്ടുപിടിക്കും?
ടോട്ടൽ മോളിക്കുലാർ വോളിയം കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. പറ 4/3 πr³ ഇൻറ്റു 6.02 ഇൻറ്റു 10⁻²3. ഇനി അടുത്തെന്താണ്? STPയിലുള്ള സാധനമാണ്. അപ്പോൾ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 22.4 ഇൻറ്റു 10⁻³ ആണ്. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? റേഷ്യോ ഓഫ് റേഷ്യോ ആക്ച്വൽ എന്താണ്? മോളിക്കുലാർ വോളിയം ഡിവൈഡഡ് ബൈ ആക്ച്വൽ വോളിയം. അപ്പം മോളിക്കുലാർ വോളിയം എന്ന് പറഞ്ഞാൽ ഈ സാധനം. ഓക്കെ, ഈ സാധനം ഡിവൈഡഡ് ബൈ ഈ സാധനം എടുക്കാൻ നിങ്ങളെ കൊണ്ടൊക്കൂലേ? അത്രയേ ഉള്ളൂ. സമാധാനമായില്ലേ? സോ ഇതിരുന്ന് ചെയ്യണം. ഇതിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആദ്യം ചെയ്യുമ്പോൾ നല്ല സമയം എടുക്കും. ആ സമയം എടുക്കുന്ന പ്രോബ്ലംസ് നിങ്ങൾ 1 മിനിറ്റിനകത്ത് ഉള്ള സമയത്ത് ചെയ്ത് ഫിനിഷ് ചെയ്താൽ അതാണ് നിങ്ങളുടെ ചുണയെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മിടുക്ക് അതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, എന്താണ്? മോളാർ വോളിയം ഈസ് എ വോളിയം ഓക്കുപ്പൈഡ് ബൈ 1 mole ഓഫ് എനി ഗ്യാസ് അറ്റ് STP. ഓക്കെ, അപ്പോൾ എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസ് 1 atmospheric പ്രഷർ. ഷോ ദാറ്റ് ഇറ്റ് ഈസ് 22.4 ലിറ്റർ. ഇതാണ് ക്വസ്റ്റ്യൻ. മോളാർ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓക്കുപ്പൈഡ് ബൈ 1 mole ഓഫ് ഗ്യാസ് അറ്റ് STP ആണ്. ഇത് 22.4 ലിറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു പാടുമില്ല. ഇവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ +273. അപ്പോൾ ആൻസർ 273 കെൽവിൻ എന്നായി. ഇനി അടുത്തത് ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1 atmospheric പ്രഷറാണ്. അപ്പോൾ 1.013 ഇൻറ്റു 10⁻5 പാസ്കൽ. ഇതും അറിയാം. ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ എത്ര മക്കളെ? 8.31 അല്ലേ? ജൂൾ പെർ മോൾ കെൽവിൻ. അത് നമുക്കറിയാം. ഇനി നമുക്ക് PV ഈക്വൽ ടു ഐഡിയൽ ഗ്യാസ് അല്ലേ? അപ്പോൾ PV ഈക്വൽ ടു nRT എന്നോ μRT എന്നോ എന്തെങ്കിലും എഴുതുക. ഇവിടെ V എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വോളിയം എത്രയെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. V കാണാൻ nRT ഡിവൈഡഡ് ബൈ P എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ N കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ STPയിലിരിക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ Nൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 8.31 ഇൻറ്റു 273 ഡിവൈഡഡ് ബൈ 1.013 ഇൻറ്റു 10⁻5 എന്നെടുക്കുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 22.4 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് വരും. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു പ്രയാസമില്ല. അപ്പോൾ തന്നിരിക്കുന്ന സാധനങ്ങൾ STP എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ 1 മോൾ സാധനം. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര? അതിനെ കെൽവിനിലോട്ട് മാറ്റി. അവിടുത്തെ പ്രഷർ നമുക്കറിയാം 1 atmos ആണ്. അതിനെ ഇങ്ങനെ പാസ്കലിലോട്ട് മാറ്റി. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ PV ഈക്വൽ ടു nRT എന്നാണ്. വോളിയം കാണാൻ nRT ബൈ P എന്നാണ്. വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും മീറ്റർ ക്യൂബ് എന്ന് വരും. അതിനെ ലിറ്ററിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അറിയാം 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആൻസർ 22.4 ലിറ്റർ. പ്രൂവ് ചെയ്തില്ലേ? എന്തെങ്കിലും പ്രയാസം ആർക്കെങ്കിലും തോന്നിയാൽ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോളൂ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു കിഡിലൻ ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഫിഗർ ഷോസ് പ്ലോട്ട് ഓഫ് PV ബൈ T വേഴ്സസ് P. അപ്പോൾ Y ആക്സിസിൽ PV ബൈ T ആണ്, X ആക്സിസിൽ P ആണ്. ഫോർ 1 ഇൻറ്റു 10⁻³ കിലോഗ്രാം ഓക്സിജൻ. അപ്പോൾ 1 ഗ്രാം ഓക്സിജൻ എന്ന് അറ്റ് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ 1 ഗ്രാം ഓക്സിജനെ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ വരച്ച ഗ്രാഫാണിത്. വാട്ട് ഡസ് ദ ഡോട്ടഡ് പ്ലോട്ട് സിഗ്നിഫൈ? ഇതിനകത്ത് ഈ ഡോട്ടഡ് ലൈൻ എന്തിനെ കാണിക്കുന്നു? ഡോട്ടഡ് ലൈനിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഡോട്ടഡ് ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെന്തിനെ കാണിക്കുന്നു എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് PV ബൈ T ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. PV ബൈ T ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് ആ ഡോട്ടഡ് ലൈനിൽ നിന്ന് മനസ്സിലായ കാര്യം. അപ്പോൾ PV ബൈ T ഈസ് കോൺസ്റ്റൻ്റ് എന്നാണ് എനിക്ക് കിട്ടിയത്. ഇനി PV എന്ന് പറഞ്ഞാൽ nRT ആണെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, തന്നെ സത്യം. നിങ്ങൾ താരം പറഞ്ഞു തന്നിട്ടില്ല? ഇല്ല. അപ്പോൾ പോട്ടെ. അപ്പോൾ നോക്ക്, എൻ്റെ അച്ഛന് നല്ല ബുദ്ധിയാണ്. അപ്പോൾ അച്ഛനാണ് എനിക്ക് പറഞ്ഞു തന്നത് PV ഈക്വൽ ടു nRT ആണെന്ന്. അപ്പോൾ ഇതിനകത്ത് PV ഡിവൈഡഡ് ബൈ T ഈക്വൽ ടു nR എന്നാണ്. ഓക്കെ, അപ്പോൾ PV ബൈ T എന്ന് പറയുന്നത് nR എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും ഓക്കെ. അപ്പോൾ PV ബൈ T കോൺസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ PV ബൈ T എന്ന് പറഞ്ഞാൽ nR ആണ്. അപ്പോൾ ഈ നമ്മുടെ നോക്കൂ, അപ്പോൾ nR കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ എന്താണ് നമ്മൾ ഈ PV ബൈ T കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ
ആ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ സിഗ്നിഫൈ ചെയ്യുന്ന എന്തിനാണ്? ഐഡിയൽ ബിഹേവിയറിനെയാണ്. ഓർത്ത് വയ്ക്കണം, ആദ്യത്തെ ആൻസർ എന്താണ്? ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഐഡിയൽ ബിഹേവിയർ. സൂക്ഷിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒറ്റ പ്രാവശ്യം കൂടെ. നമ്മുടെ ഈ രണ്ടാമത് ഇനി പറഞ്ഞു തരില്ല. എന്താണ് ഡോട്ടഡ് ലൈനിൻ്റെ ഇത്രയും സ്ഥലത്ത് പി വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ പി വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം എന്താണ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന്. അപ്പോൾ ഈ ടി എടുത്ത് അടിയിൽ വെച്ചാൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. എൻ നമ്മൾ എടുത്തത് എന്താണ്? 1 gram ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി അവിടുത്തെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വരച്ച ഗ്രാഫ് ആണ് ഓരോന്നും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടിയെങ്കിൽ അത് ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഐഡിയൽ ബിഹേവിയറിനെ കാണിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബി, എ വിച്ച് ഈസ് ട്രൂ, T1 ഓർ T1 ഗ്രേറ്റർ ദാൻ T2 ആണോ, T1 ലെസ് ദാൻ T2 ആണോ? ഏതാണ് കറക്റ്റ്? നമുക്ക് ഇപ്പം ഞാൻ ഐഡിയൽ ബിഹേവിയർ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ ഐഡിയൽ ബിഹേവിയർ. ഹൈ ടെമ്പറേച്ചറിൽ ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ ഇതിനകത്ത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ഐഡിയൽ ബിഹേവിയർ. അതിനോട് അടുത്തിരിക്കുന്ന ഗ്രാഫാണ് ഇപ്പം ഞാൻ തൊട്ടിരിക്കുന്നത്, സ്പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ T1 അല്ലേ? അപ്പോൾ T1 ഹയർ ആണ്. അപ്പോൾ എന്താണ്? ഹൈ ടെമ്പറേച്ചറിലാണ് ഐഡിയൽ ബിഹേവിയർ ആവുന്നത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഇതിലേതാണ്? T1 ആണ്. T1 ഈസ് വെരി ക്ലോസ് ടു ഡോട്ടഡ് ലൈൻ. സോ T1 വിൽ ബി ഗ്രേറ്റർ ദാൻ T2. അപ്പോൾ രണ്ടാമത്തെ ആൻസർ കിട്ടി T1 ഗ്രേറ്റർ ദാൻ T2. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? സി T1 ഗ്രേറ്റർ ദാൻ T2. വൈ T1 ഗ്രേറ്റർ ദാൻ T2? See, dotted line indicates ideal behavior. Okay, at a high temperature the gas exhibits ideal behavior. So here the graph for T1 is very close to dotted line. So it will be high. So T1 will be greater than T2 എന്നാണ്. Okay, ഇനി മൂന്നാമത്തെ പാർട്ട് നോക്കാം. What is the value of PV by T where the curves meet on y axis? ഈ രണ്ട് കർവുകളും y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന ഈ സ്ഥലം ഇതാണല്ലോ. അവിടെ പി വി ബൈ ടിയുടെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ മൂന്നാമത്തെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. മൂന്നാമത്തെ ആൻസർ പി വി ബൈ ടി എന്താണെന്നാണ് പറയുന്നത്. പി വി ബൈ ടി എന്ന് പറഞ്ഞാൽ എൻ ആർ അല്ലേ മക്കളെ? ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ ആർ കണ്ടുപിടിക്കണം അല്ലേ? ഇതിൽ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം. ആർ എത്രയാ? 8.31 നിങ്ങൾക്കറിയാം. പക്ഷെ എന്തറിയില്ല? എൻ അറിയില്ല. അപ്പോൾ എൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സാധനം നോക്കൂ. 1 gram ഓക്സിജനാണ്. 1 gram ഓക്സിജനാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? 1 × 10⁻³ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 gram ഓക്സിജനാണുള്ളത്. ഇനി ഓക്സിജനെ നമുക്കറിയാം എന്താണ്? ഓക്സിജൻ എവിടെ ഇതായിരിക്കും? 32 മോളിക്കുലാർ മാസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 32 ഗ്രാമാണ് 1 മോൾ. 32 ഗ്രാമാണ് 1 മോൾ. അപ്പോൾ 1 gram എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മോൾ ഡിവൈഡഡ് ബൈ 32 എന്നല്ലേ? അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എത്ര മോൾ ഉണ്ടെന്നല്ലേ? അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയത് എന്താണ്? എൻ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്തിൻ്റെ ആൻസറാണ്? എന്നിൻ്റെ ആൻസറാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. നമ്മളിവിടെ ഇനി നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ പി വി ബൈ ടി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പി വി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ആർ എന്നാണ്. ഇപ്പോൾ പി വി ബൈ ടി എന്ന് പറഞ്ഞാൽ എൻ ആർ ആണ്. ഇതിൽ 6 നമുക്കറിയാം. എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? എൻ കണ്ടുപിടിക്കണം. അപ്പോൾ പി വി ബൈ ടി എത്ര എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എൻ കണ്ടുപിടിക്കണം. നമ്മുടെ ഇവിടെ 1 gram ഓക്സിജനാണ്. ഹിയർ വി ഹാവ് എത്ര? 1 gram ഓക്സിജൻ. ഓക്കെ, ദെൻ ഇവിടെ തന്നിട്ടുണ്ട് 32U എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 32 gram ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര മോൾ? 1 മോളാണ്. 1 മോൾ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 1 gram ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്ര മോളാ? 1 മോൾ ഡിവൈഡഡ് ബൈ 32 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ന് കിട്ടി. ഇതാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എൻ കിട്ടി, 6 അറിയാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആൻസർ ഓഫ് പി വി ബൈ ടി? നിങ്ങൾ തന്നെ പറ. പി വി ബൈ ടി ഈസ് ഈക്വൽ ടു എൻ ആർ. എൻ എത്രയാ? 1/32 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്ര? 8.31. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക 0.26 എന്നാണ്. ഓക്കെ, 0.26 യൂണിറ്റൊക്കെ എഴുതിക്കൊള്ളണം. പ്രഷറിൻ്റെ യൂണിറ്റ് അറിയാം, വോളിയത്തിൻ്റെ അറിയാം, ടെമ്പറേച്ചറിൻ്റെ അറിയാം. ഇനി ഞാൻ പറയണോ? അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇവിടുത്തെ ഇത് വെച്ചിട്ടും വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
മൂന്നാമത്തെ ആൻസർ. പ്രയാസമുണ്ടോ? ഇനി അടുത്തെന്താണ്? ഇഫ് വി ഒബ്റ്റെയിൻഡ് സിമിലർ പ്ലോട്ട്സ് ഫോർ 1 gram 1 × 10⁻³ കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 gram ഹൈഡ്രജൻ വുഡ് വി ഗെറ്റ് സെയിം PV/T എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? 1 gram ഹൈഡ്രജന് നമ്മൾ ഗ്രാഫ് ഇതുപോലെ വരച്ചപ്പോൾ ഈ സിമിലർ ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടിയത് എങ്കിൽ PV/T സെയിം കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. PV/T എന്ന് പറഞ്ഞാൽ NR ആണ്. അപ്പോൾ PV/T NR ആണ്. ഇവിടെ N വാല്യൂ നേരത്തെ ഓക്സിജൻ വെച്ചാണ് ചെയ്തത്. N വാല്യൂ ഇവിടെ ഡിഫറൻ്റ് അല്ലേ? N വാല്യൂ ഡിഫറൻ്റ് ആകുമ്പോഴത്തേക്ക് PV/T വിൽ ബി ഡിഫറൻറ്റ്. നിങ്ങളത് ചോദിച്ചതിൻ്റെ ആൻസർ ക്വസ്റ്റ്യന് മനസ്സിലായില്ല, നിങ്ങൾക്ക് ആൻസർ മനസ്സിലായില്ല. എന്താണ് നിങ്ങളത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? എന്താണ് PV/T? ആദ്യം നിങ്ങൾ ചെയ്തത് ഓക്സിജനെ വെച്ചാണ്. അപ്പോൾ PV/Tയുടെ വാല്യൂ എന്ന് പറയുന്നത് Y ആക്സിസിലെ ഈ പോയിൻ്റാണ്. ഇനി 1 gram ഹൈഡ്രജൻ വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നതെങ്കിൽ PV/T ഇത് തന്നെ വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിജൻ വെച്ച് ചെയ്തപ്പോഴത്തേക്ക് അവിടെ Nൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 1/32 ആണ് കിട്ടിയത് അല്ലേ? 1 gram ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 gram ഹൈഡ്രജൻ. 1 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മളിവിടെ ഹൈഡ്രജൻ്റെ മോളിക്കുലർ ഇത് പറയുന്നുണ്ട്. 2 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1/2 മോൾ എന്നല്ലേ? അപ്പോൾ ഇവിടുത്തെ Nൻ്റെ വാല്യൂ ഇതല്ലേ? നേരത്തെ Nൻ്റെ വാല്യൂ 1/32 അല്ലേ കിട്ടിയത്? അപ്പോൾ ഇവിടുത്തെ കേസിൽ Nൻ്റെ വാല്യൂ 1/2 അല്ലേ കിട്ടുക? സോ ഹിയർ വി ആർ ഗെറ്റിംഗ് 2 ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ N. സോ PV/T വിൽ നോട്ട് ബി കോൺസ്റ്റൻറ്റ്. ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നും കൂടെ പറയുകയാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ N വാല്യൂ ഈസ് 1/32. നോക്കിവിടെ ഞാൻ സ്പോട്ട് ചെയ്യുന്നുണ്ടോ? N വാല്യൂ ഈസ് 1/32. ഹിയർ മോളിക്കുലാർ വെയിറ്റ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ 2.02 2 എന്നെടുത്തോ. അപ്പോൾ 2 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പോൾ 1 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1/2 മോൾ. അപ്പോൾ ഇവിടുത്തെ Nൻ്റെ വാല്യൂ 1/2 എന്നാണ് കിട്ടുന്നത്. നേരത്തെ Nൻ്റെ വാല്യൂ എത്രയായിരുന്നു? PV/T കാണാൻ NR ആണ് എടുക്കേണ്ടത്. R 8.31 തന്നെ. Nൻ്റെ വാല്യൂ നേരത്തെ എത്രയായിരുന്നു? 1/32 ആണ്. ഇപ്പോൾ എത്ര കിട്ടിയത്? 1/2. അപ്പോൾ PV/Tയുടെ ആൻസർ സെയിം കിട്ടുമോ? ആദ്യത്തേൽ 1/32 × 8.31, ഇപ്പോൾ 1/2 × 8.31 സെയിം ആൻസർ കിട്ടുമോ? ഇല്ല. അപ്പോൾ വിൽ യു ഗെറ്റ് സെയിം PV/T? നോ. ഇനി അവിടെ കൊണ്ടൊന്നും ക്വസ്റ്റ്യൻ അവസാനിക്കുന്നില്ല. ഇഫ് നോട്ട് നോ എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ വാട്ട് മാസ് ഓഫ് ഹൈഡ്രജൻ ഈൽഡ് ദ സെയിം PV/T? അപ്പോൾ ഹൈഡ്രജൻ എത്ര ഗ്രാം എടുത്താൽ കിട്ടും? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഉള്ളതിൽ എത്രയാണ് എടുത്തത്? 1/32. അപ്പോൾ Nൻ്റെ വാല്യൂ 1/32 കിട്ടണം. ആർക്ക്? ഹൈഡ്രജന്. അപ്പോൾ നമ്മൾ എത്ര ഗ്രാം എടുക്കണം? അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതെല്ലാം ഇറേസ് ചെയ്ത് കളയാണ്. ഇവിടെ ഇറേസ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇറേസ് ചെയ്യട്ടെ. നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ, Nൻ്റെ വാല്യൂ എത്ര കിട്ടണം? 1/32 കിട്ടണമെങ്കിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ എടുക്കണം? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഇറേസ് ചെയ്ത് കളയുന്നു. നോക്കൂ, Nൻ്റെ വാല്യൂ 1/32 കിട്ടണം. ആർക്കാണ്? ഹൈഡ്രജന്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ മാസ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ തന്നെ പറ. നമ്മൾ 2 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. ഓക്കെ, അത്രയും അറിയാം. ഓക്കെ, അപ്പോൾ 1 gram ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1/2 മോളാണ്. ഓക്കെ, അപ്പോൾ 1/2 മോളാണ്. അപ്പോൾ 1/2 മോള് ആണെങ്കിൽ 1 gram തിരിച്ച് എഴുതാണ്. 1/2 മോൾ എന്ന് പറഞ്ഞാൽ 1 gram. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1/32 ആകണം. അപ്പോൾ എന്ത് ചെയ്യണം? 1/2 × 16 ഇത്രയും മോൾ എടുത്താൽ പറ. ഇതെത്ര വരും? അത് അങ്ങനെയല്ലല്ലോ ക്വസ്റ്റ്യൻ. നമ്മളിത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ഇവിടുത്തെ N വാല്യൂ അല്ലേ? N വാല്യൂ 1/32 മോൾ
1/32 മോൾ ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ 1/32 ആക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ 1/2 × 16 ആണോ മോൾ എടുക്കണം അല്ലേ. എടുത്താൽ അപ്പോൾ എന്ത് ചെയ്യണം, എത്ര വരും, 16 ഗ്രാം എന്നല്ലേ. അപ്പോൾ 1/16 ഗ്രാം സാധനം എടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1/16 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ നിങ്ങൾക്ക് സെയിം വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 1/16 കറക്റ്റാണ്. അപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഞാൻ ഒന്നും കൂടെ പറയാം, ഈ സ്ഥലം മാത്രം ഒന്നും കൂടെ പറയാം. നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ഓക്സിജൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ 1/32 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ 1/32 വരുമ്പോൾ വാട്ട് ഈസ് ദ മാസ് ഓഫ് ഹൈഡ്രജൻ എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിക്കുകയാണ് എന്താണ്, ഹൈഡ്രജൻ്റെ മാസ് ഇവിടെ ഉണ്ട് 2 എന്നാണ്. അപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോളാണ്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1/2 മോളാണ്. ഓക്കെ, തിരിച്ച് പറഞ്ഞാൽ 1/2 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1/ ഡാഷ് ഇതാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ ഇവിടെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം പറ. ഇവിടെ എത്ര സീക്വൽ ടു പെട്ടെന്ന് പറയും. മതി, അടിപൊളിയല്ലേ, നല്ല സ്റ്റാൻഡേർഡ്. ഒറ്റ ക്വസ്റ്റ്യൻ, അത് കറങ്ങിയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക്. എന്നാലും ഒന്നുകൂടെ എടുക്കാം. PM ആൻ ഓക്സിജൻ ടെമ്പറേച്ചർ 27 ഡിഗ്രി തന്നിരിക്കുന്ന സിലിണ്ടറാണ്. അതിൻ്റെ ഇപ്പോഴത്തെ വോളിയം 30 ലിറ്ററാണ്. അപ്പോൾ 30 കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് 11 × 1.013 × 10⁵ ആയിട്ട് കുറഞ്ഞു, ഡിഗ്രി ആയി. അപ്പോൾ ടെമ്പറേച്ചർ T2 എത്രയായി, 17 ആയി. അപ്പോൾ 17 to nRT എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ഇതിൽ P1 ഉണ്ട്, V1 ഉണ്ട്, ആറിൻ്റെ വാല്യൂ ഇത്ര 8.3. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ ശേഷമുള്ള നമ്പർ ഓഫ് മോൾ P2 V2 ഡിവൈഡഡ് ബൈ RT2 എന്ന രണ്ടാമത്തെ വോളിയം. നോക്ക്, സെയിം ഓക്സിജൻ സിലിണ്ടർ അല്ലേ, രണ്ടാമത്തെ വോളിയം പറയണ്ട. ആദ്യത്തെ ഓക്സിജൻ സിലിണ്ടർ ഇപ്പോൾ അതിനകത്തു നിന്നുള്ള ഗ്യാസ് എടുക്കുമ്പോൾ സിലിണ്ടർ ചെറുതാവോ വലുതാവുകയോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ വോളിയം എത്ര തന്നെ, 30 ലിറ്റർ. 32 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് സ്ട്രീം ഇടയ്ക്ക് കട്ടായി. നിങ്ങളുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞില്ല, സ്ട്രീം ഞാൻ അതിനകത്തോട്ട് നോക്കിയില്ലായിരുന്നു. അപ്പോൾ സ്ട്രീം കട്ടായത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഹാപ്പി ആയില്ലേ. അപ്പോൾ എനിക്കൊരു പണി കിട്ടിയപ്പോൾ ഡബിൾ സ്ട്രോങ് ആയി നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ഞാൻ ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രോബ്ലം തൊട്ട് നാളെ വീണ്ടും ഒന്നും കൂടെ, ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എനിക്കൊരു പണി കിട്ടിയപ്പോൾ എന്തൊരു ഉത്സാഹം നോക്ക്. ഓക്കെ, അപ്പോൾ അതൊക്കെ കളയുക. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രോബ്ലം നെക്സ്റ്റ് പ്രോബ്ലം ചെയ്ത് ഫിനിഷായി. ഓക്കെ, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് കട്ടായി കിടക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കായിട്ട് വരിക, ഇതെല്ലാം എഴുതി പഠിച്ച്, ഞാൻ പറഞ്ഞതുപോലെ എഴുതി പഠിച്ചിട്ടൊക്കെ വരിക. അപ്പോൾ ചാപ്റ്റർ അത്ര സുഖകരമല്ല. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് എല്ലാം എഴുതി പഠിച്ച് തന്നെ വരണം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഓക്കെ.